നമസ്തേ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും കുടുംബത്തിനും ഒരേ സമയം തിരുവനന്തപുരത്തും തൃശ്ശൂരിലും വോട്ടുണ്ട് എന്ന വിവാദം കത്തിച്ച് CPM-ഉം കോൺഗ്രസും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ BJP കൃത്രിമത്വം നടത്തിയെന്നാണ് പൊതുവിലുള്ള ആക്ഷേപം. BJP വോട്ട് കൊള്ളയിലൂടെയാണ് അധികാരത്തിലെത്തിയതെന്ന ആരോപണവുമായി ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ നടത്തുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് സുരേഷ് ഗോപിയെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. വോട്ടർ പട്ടിക വിവാദത്തിലെ വാസ്തവമെന്ത് എന്നാണ് ജനഡിബേറ്റ് പരിശോധിക്കുന്നത്. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് K. രാംകുമാർ, BJP വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് PM നിയാസ്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്ക എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് രാംകുമാർ, ഒരു മേൽവിലാസത്തിൽ തുടർച്ചയായി 6 മാസം താമസിക്കുന്ന പ്രായപൂർത്തിയായവർക്ക് ആ പ്രദേശത്തുള്ള പോളിംഗ് ബൂത്തിൽ പോയി വോട്ടവകാശം വിനിയോഗിക്കാം. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ശാസ്തമംഗലം ഡിവിഷനിൽ വോട്ടുള്ള സുരേഷ് ഗോപിയും കുടുംബത്തിലെ മറ്റ് 10 പേരും അദ്ദേഹത്തിൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തോടെ തൃശ്ശൂരിലേക്ക് താമസം മാറ്റിയപ്പോൾ ആ മണ്ഡലത്തിലെ വോട്ടർമാരായി മാറി. അവരാരും തിരുവനന്തപുരത്തും തൃശ്ശൂരും 2 വീതം വോട്ടുകൾ ചെയ്തിട്ടില്ല എന്നിരിക്കെ എന്താണ് ഈ വിവാദത്തിന് ആധാരം അങ്ങയുടെ നിരീക്ഷണത്തിൽ? ഈ വിവാദം കുത്തിപ്പൊന്തിച്ച ആളുകൾ ഇത് സംബന്ധിച്ച നിയമവ്യവസ്ഥയോ യാഥാർത്ഥ്യമോ മനസ്സിലാക്കാത്ത പതിവുള്ള കാപട്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇത് തുടങ്ങി വെച്ചത് തുഗ്ലക്ക് റോഡ് നിവാസിയായ പക്വതയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിൻ്റെ അനന്തരഫലം ആ മഹത്തായ പ്രസ്ഥാനം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെന്താണ് ഇത്ര അപാകത? ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ശ്രീ മൻമോഹൻ സിംഗ് പാകിസ്ഥാൻ പഞ്ചാബിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹം രാജ്യസഭയിൽ എത്തിയത് ആസാമിലെ സ്ഥിര താമസക്കാരനാണെന്ന് സത്യവാങ്മൂലം കൊടുത്തിട്ടാണ്. ശ്രീമതി സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം എടുത്തത് 1983 അതിനു മുമ്പ് നിലവിലുള്ള രജിസ്ട്രേഷൻ ഓഫ് എലക്ടേഴ്സ് നിയമം ലംഘിച്ചുകൊണ്ട് അവരെ വോട്ടറാക്കി 1980 ആര് ചെയ്തു? അന്ന് അവർ ഭരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഇന്ന് വെളിയിലായിരിക്കുന്നു. മാറാട് ഒരൊറ്റ വീട്ടിൽ 327 വോട്ടുകൾ CPM അനുഭാവികൾ ചേർത്തിരിക്കുന്നു. മറ്റൊരു വെളിവ് KB ഗണേഷ് കുമാറും കുടുംബാംഗങ്ങളും 2 സ്ഥലത്ത് വോട്ടുണ്ട്. ഇതൊക്കെ ഈ രാജ്യത്ത് സാധാരണ നടക്കുന്ന സംഭവങ്ങളാണ്. പലരും താമസം മാറ്റിപ്പോകുമ്പോൾ പഴയ വോട്ടുള്ളത് പ്രത്യേകിച്ച് അപേക്ഷ റദ്ദ് ചെയ്ത് ക്യാൻസൽ ചെയ്യിച്ചിട്ടല്ല പോകാറ്. അത് വളരെ സാധാരണമായൊരു സംഗതിയാണ്. ആർക്കും ഒരു പുതിയ നിയോജകമണ്ഡലത്തിൽ വോട്ട് ചേർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒറ്റ നിയന്ത്രണം മാത്രമേ ഉള്ളൂ, 2 സ്ഥലത്തും വോട്ട് ചെയ്യാൻ പാടില്ല. ജനപ്രാതിനിധ്യ നിയമത്തിൽ 1951 62-ാം വകുപ്പ് അനുസരിച്ച് ഒരാൾ 2 പ്രാവശ്യം വോട്ട് ചെയ്യുകയാണെങ്കിൽ 2 വോട്ടും നിയമവിരുദ്ധമാവും. ഞാനിവിടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ, മാന്യപ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിവുണ്ടാവില്ല. 2 തിരഞ്ഞെടുപ്പ് കേസുകളിൽ, ഒന്ന് K. സുധാകരനെതിരായ എടക്കാട് മണ്ഡലം K. സുധാകരൻ കൊടുത്ത്, 2 ശ്രീ പാലോട് രവി ബന്ധപ്പെട്ട നെടുമങ്ങാട് മണ്ഡലം. ഈ 2 അസംബ്ലി തിരഞ്ഞെടുപ്പ് കേസുകളിൽ പാർട്ടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരട്ട വോട്ട് ചേർത്തതെന്നും ചെയ്തതെന്നും ഹൈക്കോടതിയിൽ മൊഴി കൊടുത്ത മൊഴി നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രേഖയാണ്. ആ പാർട്ടിക്കാരാണ് ഇന്ന് ബഹളം വയ്ക്കുന്നത്. പാവം, എന്തൊരു നിസ്സഹായാവസ്ഥ! ഇത്തരം ബാലിശമായ വാദങ്ങൾ അവർ ഉന്നയിക്കുന്നത് 1950 ജനപ്രാതിനിധ്യ നിയമവും ഇലക്ട്രൽ രജിസ്ട്രേഷൻ റൂളും വായിക്കാത്തത് കൊണ്ടാണ്. ഇതിനൊക്കെ പുറമെ ശ്രദ്ധാലുക്കളായ രാഷ്ട്രീയ പാർട്ടികൾ കരട് വോട്ടർ പട്ടിക വന്നാൽ എതിർത്ത് ഇല്ലാത്ത ആളുകളെ, താമസമില്ലാത്ത ആളുകളെ ചൂണ്ടിക്കാണിച്ച് ഇതാക്കി കളയേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ പെരുമ്പാവൂർ മണ്ഡലത്തിൽ
ഒരുപാട് വോട്ടർമാർ ബംഗ്ലാദേശികളുണ്ട്. ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാറുണ്ടോ? കരുതി കൂട്ടി ചെയ്യുന്നതാണ്. ശ്രീ ജ്യോതി ബാസു പശ്ചിമ ബംഗാളിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം ബംഗ്ലാദേശ് ഒറിജിനൽ ബംഗ്ലാദേശുകാരനാണ്, ബംഗ്ലാദേശ് ഉള്ള പ്രദേശത്തുകാരനാണ്. അവിടെ നിന്ന് വോട്ടർമാരെ ആളുകളെ കൊണ്ടുവന്ന് ബംഗൂരു നിയോജകമണ്ഡലത്തിൽ റേഷൻ കാർഡ് കൊടുത്ത് വോട്ട് പിടിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നത്. ഈ പാർട്ടികളാണ് ഈ നിസ്സാരമായ കാര്യം പറഞ്ഞ് ബാലിശമായ കാര്യം പറഞ്ഞ് എതിർപ്പ്. ഇവിടെ ആരെങ്കിലും 2 വോട്ട് ചെയ്തു എന്ന് ആരും പറയുന്നില്ല. അത് പരിശോധിക്കാവുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന VS സുനിൽകുമാറിൻ്റെ പാർട്ടി ഇവർക്കൊക്കെ ഐഡൻറ്റിറ്റി സ്ലിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. വോട്ടർമാർക്ക് ചിഹ്നമുള്ള ഐഡൻറ്റിറ്റി കാർഡുകൾ കൊടുക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആ സ്ലിപ്പ് വെച്ചാൽ വോട്ടർ പട്ടികയിലെ നമ്പറും ഏത് പേജിലാണ് എന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് വ്യാപകമായിട്ട് CPI സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ വ്യാപകമായിട്ട് ഈ ഫ്ലാറ്റുകളിലൊക്കെ വോട്ടർ സ്ലിപ്പ് വിതരണം ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പരാതി ഇപ്പോൾ. പിന്നെ കെ മുരളീധരനെ സംബന്ധിച്ച പാവം, അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. അദ്ദേഹത്തിന് ബൂത്തിലിരിക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം വിലപിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ഒരു പക്ഷേ വോട്ടർ സ്ലിപ്പ് കൊടുക്കാനുള്ള സംവിധാനമില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ പ്രവർത്തകരില്ലാത്തതുകൊണ്ടും കൊടുത്തു കാണില്ല. പക്ഷേ VS സുനിൽകുമാറിന് അത് പറയാൻ പറ്റില്ല. കാരണം അവരുടെ പാർട്ടികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് തുടർച്ചയായി നടന്നത് ഇപ്പം പെട്ടെന്ന് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിലല്ല. കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ലക്ഷക്കണക്കിന് പ്രവാസികൾ വോട്ടുണ്ട്. അവർ ആ സമയം വരുമ്പോൾ ഇവിടെ വന്ന് വോട്ട് ചെയ്ത് തിരിച്ചു പോകും. ഇവരാരും ആ മണ്ഡലത്തിൽ താമസക്കാരല്ല. കെ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് കുറിച്ച് കൊടുത്തപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട് നിർഭാഗ്യവശാലല്ല, ധിക്കാരപൂർവ്വം ആ സമൻസുകൾ സെർവ് ചെയ്യാൻ പറ്റാതെ ഹൈക്കോടതി നയിച്ച ശിവായെ ആക്രമിക്കുന്ന സമ്പ്രദായം വെച്ചുകൊണ്ടാണ്. ഇതൊക്കെ ഈ നാട്ടിലെ നടപ്പുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരാക്ഷേപം 6 മാസം കൊടുക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന ശൈലിയുടെ വൈകല്യമാണ്. അവരുടെ പ്രതിബദ്ധയില്ലായ്മയുടെ, തയ്യാറെടുപ്പില്ലായ്മ, കഴിവില്ലായ്മയുടെ പ്രതിഫലമാണ്. എന്നിട്ട് ഇപ്പോൾ 90,000 വോട്ടിലധികം ജയിച്ചൊരു സ്ഥാനാർത്ഥി രാജിവെക്കണമെന്ന് പറയുന്നതിന് രാഷ്ട്രീയമായ ഉളുപ്പില്ലായ്മ അല്ലെങ്കിൽ ലജ്ജയില്ലായ്മ അല്ലെങ്കിൽ ദയനീയത എന്നല്ലാതെ മറ്റെന്താ പറയുക? ഇവരാരും ഇത് സംബന്ധിച്ച നിയമമോ ഹൈക്കോടതി വിധികളോ സുപ്രീം കോടതി വിധികളോ ഒന്നും വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത് നിർഭാഗ്യവശാൽ ഏറ്റുപിടിക്കുന്നു ചില മാധ്യമങ്ങൾ. ഇപ്പോൾ നമ്മുടെ റബ്ബർ മുതലാളിയുടെ നുണരമ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നതിൽ ആർക്കും അത്ഭുതമില്ല. കൈരളി TV രാഷ്ട്രീയ പ്രേരിതമാണ്, അവർ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ചില മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വലിയ പ്രചരണത്തിന് എന്തോ പാളിച്ച പറ്റി എന്ന മട്ടിൽ കാണുമ്പോൾ വാസ്തവത്തിൽ ലജ്ജ തോന്നുന്നു. നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ നിലവാരം ഇത്ര താണുപോയല്ലോ എന്നാലോചിച്ച് വസ്തുതാപരമായോ നിയമപരമായോ അതിൻ്റെ വശങ്ങളോ ഒന്നും പരിശോധിക്കാൻ ഇവരാരും തയ്യാറില്ല. ഞങ്ങളുടെ ചാനൽ ഏറ്റവും മുമ്പിൽ, ഏറ്റവും ആദ്യം ഞങ്ങളുടെ ചാനൽ എന്ന വ്യഗ്രതയിൽ പലപ്പോഴും സത്യവും നിയമവശങ്ങളും യാഥാർത്ഥ്യങ്ങളും മൂടി വെച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് ഉദ്വേഗം ഉണ്ടാക്കാവുന്ന വാസ്തവത്തിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. എല്ലാ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളും എൻ്റെ സുഹൃത്തുക്കളാണ്. എനിക്കവരോട് അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട്. പക്ഷേ ഇത്ര തരം താണ രീതിയിൽ മാധ്യമങ്ങൾ ഒരിക്കലും എന്തോ വലിയ കുറ്റം ചെയ്തു, ഫ്രോഡ്, ഇലക്ട്രൽ ഫ്രോഡ് എന്നൊക്കെയാണ് പറയുന്നത്. ആരാണ് ഈ പറയുന്നത്? നിരന്തരം എല്ലാ മണ്ഡലങ്ങളിലും കള്ളവോട്ട് ചേർത്ത കള്ളവോട്ട് ചെയ്യിക്കുന്ന പാർട്ടികൾ. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നിപ്പോൾ വയനാട്ടിൽ 90,000-ലധികം കള്ളവോട്ടുകൾ ചേർത്തു എന്ന്.
മുസ്ലിം ലീഗുള്ള മിക്ക മണ്ഡലങ്ങളിലും കള്ളവോട്ടുണ്ട്. അത് മറ്റ് പാർട്ടികൾ പറയുന്നില്ല. കാരണം അത് പറഞ്ഞാലുണ്ടാവുന്ന തിക്ത അനുഭവം അവർക്കറിയാം. ഇപ്പോൾ ഇവിടെ മറ്റ് ചില പ്രസ്ഥാനങ്ങളെക്കുറിച്ച് എന്തും പറയാം. കാരണം അവർ സഹിഷ്ണുതയ്ക്കും ശാന്തതയ്ക്കൊക്കെ പേര് കേട്ടവരാണ്. അതുകൊണ്ട് അവർ ചിലപ്പോൾ തിരിച്ചടിക്കില്ല. അല്ലാത്തവരാണെങ്കിൽ ജോസഫ് മാഷ അനുഭവം പലപ്പോഴും ഉണ്ടാകും. മാതൃഭൂമിക്ക് കോട്ടക്കൽ ഓഫീസിലുണ്ടായ അനുഭവം നമുക്കറിയാമല്ലോ. കേരളം മുഴുവൻ അറിയുന്ന കാര്യമാണല്ലോ. അത് നമ്മുടെ റബ്ബർ മുതലാളിയൊന്നും അതിനൊന്നും തയ്യാറില്ല. കാരണം വിലക്കെടുത്തിട്ടേ ശീലമുള്ളൂ. കാണുന്നവരൊക്കെ വിലക്കെടുക്കാം എന്നുള്ള വൃദ്ധ രീതിയിൽ പ്രവർത്തന ശൈലി കൈക്കൊണ്ട് ഞാൻ ഏതെങ്കിലും ചാനലിലെ വ്യക്തിപരമായി ആക്ഷേപിച്ചൊന്നും ആരും പറയരുത്. പക്ഷേ ഇത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വെട്ടിത്തുറന്ന അഭിപ്രായം പറഞ്ഞത്. അത്രയും തരംതാണ് മാധ്യമ പ്രവർത്തനം, പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ. കാരണം ഇത് എല്ലാ പാർട്ടികളും ഇത് ചെയ്യുമ്പോൾ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളും ചില പ്രത്യേക ജയിച്ച സ്ഥാനാർത്ഥികളും എന്തോ ഭീമാപരാധം ചെയ്തു എന്ന മട്ടിൽ അവതരിപ്പിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് വസ്തുതകളില്ലാത്ത കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് ഹർജി ഇവിടെ കൊടുത്തിട്ടുണ്ട്. VS സുനിൽകുമാർ അറിഞ്ഞുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് ഹർജിയിൽ കള്ളവോട്ട് എന്തേ പറയാത്തത്? ഈ പറഞ്ഞ് രാജിവെക്കണം എന്ന് പറയുന്ന സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ നിന്ന് 90,000-ലധികം വോട്ട് ജയിച്ച സ്ഥാനാർത്ഥിക്കെതിരായിട്ട് 2 തെരഞ്ഞെടുപ്പ് ഹർജികൾ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും കള്ളവോട്ട് എന്നൊരു സൂചന പോലും എന്തേ പറയാത്തത്? ഇന്നിപ്പോൾ VS സുനിൽകുമാർ വാചാലനായിട്ട് വിളറി പിടിച്ച മാതിരി സംസാരിക്കണോ മാധ്യമങ്ങളോട്? എൻ്റെ അടുത്ത സുഹൃത്താണ്, വളരെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്, സംശുദ്ധനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. പക്ഷേ അദ്ദേഹത്തിന് പാർട്ടി താല്പര്യങ്ങളുടെ നിർബന്ധിത സാഹചര്യത്തിൽ കയ്യടി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പറയാനുള്ള, പക്ഷേ അദ്ദേഹത്തെ പോലെ ഉന്നതനായ രാഷ്ട്രീയ പ്രവർത്തകൻ ഈ രീതിയിൽ തരംതാണെന്ന് കാണുമ്പോൾ എനിക്ക് വിദ്വേഷമല്ല, വിഷാദമാണ് മനസ്സിൽ തോന്നുന്നത്. അതുകൊണ്ട് ഇത് ഇവിടെ സാധാരണ ഈ വിഷയമല്ലേ കർണാടകത്തിലെ മന്ത്രി രാജണ്ണ പറഞ്ഞ് ഞങ്ങൾ ഭരിക്കുമ്പോഴാണ് ഈ കേടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സോണിയാഗാന്ധി ഇന്ത്യൻ പൗരനാവണം എന്ന് ഇലക്ട്രൽ രജിസ്ട്രേഷൻ റൂള് നിർബന്ധമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. അതിന് വിരുദ്ധമായൊരു വിദേശ പൗരത്വമുള്ള ഒരാളെ ഇന്ത്യയിലെ വോട്ടർമാരായി ചേർക്കണമെങ്കിൽ അതിലൊരു അപാകതയില്ല. ആ ആളുകളാണ് ഇപ്പോൾ പരാതി പറയുന്നത്. ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്, പോട്ട് കോളിംഗ് കെറ്റിൽ ബ്ലാക്ക്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാപട്യമാണ്. ആ മറ്റ് പല കാര്യങ്ങളിലും കാണിക്കുന്ന കാപട്യം ഇപ്പോഴും വ്യക്തമാണ്. ഇതിൽ സാധാരണ ജനങ്ങൾ വീഴരുത്. അവർ ദയവ് ചെയ്ത് എന്താണ് ഇതിൻ്റെ നിയമവശം, 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ ഏതാണ്, ഇലക്ട്രൽ രജിസ്ട്രേഷൻ റൂളിലെ വകുപ്പുകൾ ഏതാണ് എന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ മാധ്യമങ്ങളുടെ കുപ്രചരണങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഒരിക്കലും വീഴരുത് എന്നൊരു അഭ്യർത്ഥന നടത്തേണ്ട നിർബന്ധിത സന്ദർഭം വന്നുകൊണ്ടാണ് ഞാനതിൽ തുനിയുന്നു. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞു. ഓക്കെ, അഡ്വക്കേറ്റ് നിയാസ്, സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് 14 മാസങ്ങളായി. നോക്കൂ, എന്തുകൊണ്ടാണ് വൈകി ഒരു പരാതി പോലീസിൽ നൽകിയത്? മുൻ MP TN പ്രതാപൻ ഇന്നലെയാണ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് കേസെടുക്കാൻ നിയമപരമായി സാധിക്കുമോ? നോക്കൂ അനിൽ, ഇതിൽ പരാതി വൈകിയില്ല എന്നുള്ളതൊക്കെ സാങ്കേതികത്വം മാത്രമാണ്. 50 കൊല്ലം മുമ്പ് ഞാനൊരു കൊലപാതകം ചെയ്താലും 50 കൊല്ലത്തിന് ശേഷം അത് തെളിയിക്കപ്പെട്ടാൽ കേസെടുക്കാമെന്നാണ് ഇന്ത്യയുടെ ഭരണ വ്യവസ്ഥ. പക്ഷേ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് ഒരു സിസ്റ്റമുണ്ട്. തെരഞ്ഞെടുപ്പ് പരാതി 40 ദിവസം കൊണ്ട് കൊടുക്കണം. ഇതൊക്കെ നമുക്കറിയുന്നതാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 45ഓളം സീറ്റുകളിൽ 33,000 വോട്ടുകൾക്കോ അല്ലെങ്കിൽ 40,000 50,000 വോട്ടുകൾക്കൊക്കെ ജയിച്ച സ്ഥലങ്ങളിൽ ഞങ്ങൾ നടത്തിയ റാൻഡം പരിശോധനയിൽ ഞങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പാകെ തെളിവുകൾ സഹിതം ബോധ്യപ്പെടുത്താൻ പറ്റിയ ഒരു കാര്യം,
വ്യാപകമായ വോട്ടറിലെ തിരിമറി നടത്തിക്കൊണ്ടാണ് അങ്ങനെ ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കാതെ അല്ലെങ്കിൽ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് രീതിയിലല്ലാതെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വോട്ട് കൊള്ള നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി എന്നാണ് കോൺഗ്രസ് ജനങ്ങൾക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ വന്ന ആ 45 സീറ്റുകളിൽ ഒന്ന് കേരളത്തിൽ നിന്നുള്ള തൃശ്ശൂർ സീറ്റാണ്. ആ തൃശ്ശൂർ സീറ്റിലെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതിനു മുമ്പ് 2019 തെരഞ്ഞെടുപ്പിൽ ചേർത്തതിൻ്റെ 3 ഇരട്ടി വോട്ടുകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ചേർത്തിയ ഒരു നിയോജകമണ്ഡലം തൃശ്ശൂരാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ 60,000 വോട്ട് ചേർത്തിയിരുന്ന, സബ്ജക്റ്റ് കറക്ഷൻ ചെറിയ അങ്ങോട്ടോട് വ്യത്യാസമുണ്ടാവും, 60,000 വോട്ട് ചേർത്തിയ 99 ചേർത്തിയിരുന്ന സ്ഥലത്ത് ഏതാണ്ട് 1,60,000 മേലെ 1,80,000 അടുത്ത് വോട്ടുകൾ ചേർത്തി എന്നുള്ളതാണ്. ഇതൊരു എനോർമസ് ആയിട്ടുള്ള ഒരു കൃത്രിമമായ ഒരു 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 വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വർധനവിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്തു. ഞങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ വോട്ടർ സ്ലിപ്പുമായി പോയപ്പോൾ അവിടെ ഈ ആളുകൾ എൻ്റെ വീടുകളില്ല എന്ന് പല ഫ്ലാറ്റുകളിലും ആളുകൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പരിശോധിക്കുമ്പോഴാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ താമസിക്കുമ്പോൾ, ഞാൻ കോഴിക്കോട് ടൗണിലുള്ള ചാലപ്പുറത്താണ് ഞാൻ കൗൺസിലറായിരുന്നു, ഒരു 5 വർഷക്കാലം കൗൺസിലറായിരുന്നു. പക്ഷേ കൗൺസിലറായി എനിക്ക് പോലും അവിടെ ഒരു 53 ഫ്ലാറ്റുകളുണ്ട്. 53 വിവിധ സ്ഥലങ്ങളിലായി ഫ്ലാറ്റുകളുണ്ട്. 53 ഫ്ലാറ്റുകളിലെ ബഹുഭൂരിപക്ഷം ആളുകളെയും ഒരു കൗൺസിലറായ എനിക്ക് പോലും അറിയാൻ കഴിയില്ല. തൊട്ടടുത്ത് താമസിക്കുന്ന ഫ്ലാറ്റിലുള്ള ആൾക്ക് പോലും അടുത്ത ഫ്ലാറ്റിൽ ആരാണെന്ന് അറിയില്ല. ആ ഒരു അവസ്ഥയാണ് ഫ്ലാറ്റുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ വ്യാപകമായി ചെയ്തിരിക്കുകയാണ്. ഇതേക്കുറിച്ച് ഞങ്ങൾ കലക്ടർക്ക് എന്ന് പരാതി കൊടുത്തതാണ്. അന്നത്തെ മുന്നേ അവിടുത്തെ MP ആയിരുന്ന പ്രതാപൻ അന്ന് പരാതി കൊടുത്തിരുന്നു. അന്നത്തെ DCC പ്രസിഡന്റ് പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിലൊക്കെ കലക്ടർ, അത് രേഖയുണ്ടല്ലോ, കലക്ടറെ ഒരു പരാതി കൊടുത്ത കലക്ടർ എന്നുള്ള നിലയ്ക്കല്ല, ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ എന്നുള്ള നിലയ്ക്കാണ്. ആ കലക്ടർ കൊടുത്ത പരാതി എന്താ? കലക്ടർ പറഞ്ഞ മറുപടി എന്താ? ഞങ്ങളാരും പറഞ്ഞതല്ലല്ലോ. അവിടെ ഒരു സാധാരണ വീട്ടമ്മ പറഞ്ഞു. അവർ പറഞ്ഞ മറുപടി, ഈ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് വന്നു, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഏതാണ്ട് 4-5 മാസക്കാലം ചേലക്കരയിൽ തെരഞ്ഞെടുപ്പുണ്ടായപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വരവൂർ എന്ന് പറയുന്നൊരു പഞ്ചായത്തുണ്ട്. CPM ആധിപത്യമുള്ള പഞ്ചായത്താണ്. അവിടെ നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥിയായി പഞ്ചായത്തിൽ മത്സരിച്ച BJPയുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കുടുംബത്തിൻ്റെയും വോട്ട് അത് കഴിഞ്ഞ തവണ അവർ വോട്ട് ചെയ്തതാണ്. അവർ മാത്രമല്ല, ആ ചേലക്കരയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ധാരാളം പേർ അവരുടെ വോട്ട് അവിടെ നിലനിർത്തിക്കൊണ്ട് ആ വോട്ട് തൃശ്ശൂരിൽ വോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ 2 തരത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ വോട്ടിനേക്കാട് പ്രാധാന്യം ഞങ്ങൾക്ക് ആ വോട്ടാണ് എന്ന് പറഞ്ഞാൽ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം അനിൽ നമ്പേരെ ഞാൻ പറയട്ടെ, ഞങ്ങൾ അല്പം താമസിച്ചു പോയി. അതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്ത തെറ്റല്ലാതാവുമോ? വോട്ടുകൾ ഞാൻ സുരേഷ് ഗോപിയുടെ എന്ത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും. അഡ്വക്കേറ്റ് നിയാസ്, സുരേഷ് ഗോപിയും കുടുംബവും, ഇപ്പോൾ അദ്ദേഹം നേരത്തെ തിരുവനന്തപുരത്തെ വോട്ടറായിരുന്നു. ശരി, അദ്ദേഹം സ്ഥാനാർത്ഥി ആയതോടുകൂടി കുടുംബമടക്കം തൃശ്ശൂരിലെ വോട്ടർമാരായി മാറി. തൃശ്ശൂരിൽ മാത്രമാണ് അദ്ദേഹം സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. സുരേഷ് ഗോപിയും ഇപ്പറയുന്ന 10 പേരും. അദ്ദേഹം തിരുവനന്തപുരത്തും വോട്ട് രേഖപ്പെടുത്തി, തൃശ്ശൂരിലും വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ വരുമ്പോഴല്ലേ അതൊരു ഒഫൻസ് ആവുന്നത്, ഒരു ക്രിമിനൽ കുറ്റമാകുന്നത്. ഇരട്ട വോട്ടുകൾ അത് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമാണോ അഡ്വക്കേറ്റ് നിയാസ്? തൃശ്ശൂർ മണ്ഡലത്തിലെ മാത്രം ഒരു സവിശേഷതയാണോ ഈ ഇരട്ട വോട്ട് ഇത്രമാത്രം കൊട്ടിഘോഷിക്കാൻ? ഞാൻ വയനാട്ടിലെ കാര്യം ഞാൻ പിന്നീട് അത് പറയാം, അത് മെൻഷൻ ചെയ്യാം, വയനാട്ടിലെ കാര്യം. ഇപ്പോൾ നിങ്ങൾ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റാണ് ഉണ്ടായത് അത് പറയും. സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ജനൻ TV-യിലിരിക്കുന്ന അനിൽ നമ്പ്യാർക്ക് അദ്ദേഹം എന്ത് തെറ്റ് ചെയ്താലും തെറ്റാണെന്ന് തോന്നില്ല. അത് സ്വാഭാവികം മാത്രമാണ്. എനിക്കതിന് യാതൊരു തരത്തിലുള്ള സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നുണ്ടായ അക്ഷമ്യമായ അപരാധം എന്താണ് താങ്കൾ പറ, ചുരുക്കി പറ, അത് സിമ്പിളായിട്ട് പറയൂ, പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. നിങ്ങൾ ഈ കൊട്ടിഘോഷിക്കാൻ തുടങ്ങിയിട്ട് 4-5 ദിവസമായല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള തെറ്റ് എന്ന് പറയൂ. എന്ത് അപരാധമാണ് അദ്ദേഹം ചെയ്തതെന്ന് പറയൂ.
ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയാം. ഈ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ അനുവദിക്കുകയുള്ളൂ. പുതുതായി ഒരാൾ വോട്ട് ചേർത്താൻ വരുമ്പോൾ അയാൾ അതിൽ സത്യപ്രസ്താവന കൊടുക്കണം. നിങ്ങൾ പറയുന്നതിൽ ഓത്ത് 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 എന്ന് നിങ്ങൾ ആഴ്ചക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇപ്പോൾ മണിക്കൂറിൽ 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഓത്ത് ഓരോ അപേക്ഷയിലും ഫോറം നമ്പർ 5-ലാണെങ്കിലും 6-ലാണെങ്കിലും 7-ലാണ് ഉണ്ട്. അതിലെന്താ പറയുന്നതെന്നറിയോ? അതിൽ എനിക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തോ ഈ നിയോജകമണ്ഡലത്തിലോ ഇന്ത്യയിലോ മറ്റെവിടെയും വോട്ടില്ല എന്ന് അതിൽ സത്യപ്രതിജ്ഞാപനം കൊടുക്കുകയാണ്. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് വോട്ട് ചേർത്താൻ കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ചെയ്യേണ്ടത്, അദ്ദേഹം കൊടുക്കേണ്ടത് പുതിയ വോട്ട് ചേർത്താനല്ല. അദ്ദേഹം ഇന്ന വാർഡിൽ നിന്നും ഇന്ന വാർഡിലേക്ക് എനിക്ക് വോട്ട് ചേർത്തണമെന്ന് പറഞ്ഞ് ആ ഫോമിലാണ് അദ്ദേഹം വോട്ട് കൊടുത്തിരുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന നിയോജകമണ്ഡലത്തിൽ ഇന്ന ബൂത്ത് ഇന്ന സീരിയൽ നമ്പറായിട്ടുള്ള വോട്ട് ഞാനിപ്പോൾ താമസിക്കുന്നത് ഇവിടേക്ക് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അപേക്ഷ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അന്വേഷിച്ച് അദ്ദേഹത്തിന് ഇങ്ങോട്ട് മാറ്റി കൊടുക്കും. ഒരു മിനിറ്റ് അതാണ് ചെയ്യേണ്ടത്. അതൊന്ന്. അത് ചെയ്യാതെ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും, ഇപ്പൊ നിങ്ങൾ പറയാൻ പോണത് എന്താ, ഞങ്ങൾ ഇവിടെ വോട്ട് ചെയ്തിട്ടുള്ളൂ അവിടെ വോട്ട് ചെയ്തിട്ടില്ല. നിയമപരമായി അദ്ദേഹം ചെയ്തത് തെറ്റാണ്. 2 വോട്ട്. ഇപ്പം എനിക്കിപ്പോൾ കോഴിക്കോട് എൻ്റെ എരഞ്ഞിപ്പാലത്ത് വോട്ടുണ്ട്. ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് നാളെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തിരുവനന്തപുരത്തേക്ക് മാറുകയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് മാറ്റണമെങ്കിൽ എൻ്റെ എരഞ്ഞിപ്പാലത്തുള്ള വോട്ട് ഞാൻ അത് മെൻഷൻ ചെയ്ത് ആ വോട്ട് മാറ്റി എനിക്ക് ഇവിടേക്ക് മാറ്റി തരണമെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായി ആ നടപടിയിൽ 2 എണ്ണം ഉണ്ടാവും. ഒന്ന്, എരഞ്ഞിപ്പാലത്തെ വോട്ട് എന്നെ ഡിലീറ്റ് ചെയ്യും, പകരം എൻ്റെ വോട്ട് തിരുവനന്തപുരത്ത് വെക്കും. ഇതാണ് ആരും എപ്പോഴും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാതെ ഇരുന്നത് ഒരു തെറ്റ്. അത് മാത്രമല്ല, നിങ്ങൾ ചെയ്തത് എന്താ, നിങ്ങൾ ഒരു ലക്ഷം വോട്ടിന്റെ ഡിഫറൻസ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെട്ടതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ ആളുകളെ, സുരേഷ് ഗോപിയുടെ കുടുംബത്തെ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ചേലക്കര ഉൾപ്പെടെയുള്ള നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിലുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളുടെ ആളുകളെ കൊണ്ടുവന്ന് BJP-ക്കാരായ ആളുകളെ സ്വാധീനിച്ചും അല്ലാതെ കൃത്രിമമായി അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഞങ്ങൾ AICC KPCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം ഞങ്ങൾ അവിടെ ദ്രുതഗതിയിൽ അത് ആവശ്യപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകണം. കാരണം നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ഡിജിറ്റലായിട്ട് വോട്ടർ പട്ടിക തന്നിട്ടില്ല. ഞങ്ങൾ തന്നിരിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റിൽ ഉപയോഗിച്ച വോട്ടർ പട്ടിക എടുത്ത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറയും, ഗുരുവായൂരിലടക്കം വിവിധ വീടുകളിലായി നിങ്ങൾ ചേർത്തിരുന്ന കണക്കിൽ ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്നു, വർഷങ്ങളായി നിങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ അപേക്ഷിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് നിങ്ങൾ വോട്ട് ചേർത്താൻ അപേക്ഷിക്കാത്തത്? അപ്പോൾ ഇതൊരു പ്രത്യേക സമയത്ത് പ്രത്യേക രീതിയിൽ കൊണ്ടുവന്ന ഒരു വോട്ടിംഗ് ആണ്. ഈ വോട്ടിനാണ് നിങ്ങൾ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് തെരഞ്ഞെടുപ്പിലെ കൃത്രിമം എന്ന് പറയുന്നത്. ആ കൃത്രിമം ഇത് യഥാർത്ഥത്തിലുള്ള സ്വാഭാവികമായ വോട്ടല്ലാതെ അസ്വാഭാവികമായി വോട്ടുകൾ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലും കള്ളരേഖകൾ ഉണ്ടാക്കി, കള്ള സാക്ഷ്യപത്രം ഉണ്ടാക്കി, കള്ള ഓത്തുണ്ടാക്കി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ജയിച്ചതിനാണ് ഞങ്ങൾ പറയുന്നത്. ഇത് തന്നെയാണ് ബാംഗ്ലൂർ സെൻട്രലിലും ഉണ്ടായിരിക്കുന്നത്. ഇത് തന്നെയാണ് കേരളത്തിലെ ഇന്ത്യയിലെ 45 സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയെടുത്തതാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. സ്വന്തം വീട്ടിൽ തന്നെയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ആരാന്റെ പെരടിക്ക് ആറ്റം ബോംബിട്ട് പൊട്ടിയത് ഇപ്പൊ സ്വന്തം വീട്ടിൽ. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, അല്ല ഞാൻ ചോരട്ടെ, നിങ്ങളുടെ കയ്യിലാണല്ലോ ആഭ്യന്തരം, നിങ്ങളുടെ കയ്യിലാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിങ്ങളുടെ 2 കയ്യിലും ഉള്ളം കയ്യിൽ നിന്ന് അമ്മാനമാടല്ലേ? ആ ഉള്ളം കയ്യിൽ അമ്മാനമാടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയണം, ഇതാണ് കേരള വോട്ടർ പട്ടിക, നിങ്ങൾ പരിശോധിച്ചു, ഡിജിറ്റൽ തെളിവുകൾ 7 ദിവസത്തിനുള്ളിൽ ആ ഡിജിറ്റൽ വോട്ടർ പട്ടിക തന്നാൽ ഞങ്ങൾ പരിശോധിച്ചു തരാം. 7 ദിവസം കൊണ്ട് നിങ്ങൾ പരിശോധിച്ചു തരാം. അതിനുള്ള തയ്യാറെടുപ്പുണ്ടോ? വെല്ലുവിളിയോടുകൂടി നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത്. ഇന്ത്യയിലെ മുഴുവൻ ഡിജിറ്റൽ വോട്ടർ പട്ടികയും ഞങ്ങൾക്ക് തരിക. ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ പറയും ഡിജിറ്റൽ വോട്ടർ പട്ടിക നിങ്ങൾ സമയമെടുത്ത് 5-10 ദിവസം എടുത്ത് നടത്തിക്കോ. നിങ്ങൾ പരിശോധിച്ചു, ഞങ്ങൾ പുല്ലുപോലെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തിനാ പേടി? ഡിജിറ്റൽ തെളിവുകൾ എന്തിനാ 40 ദിവസം കൊണ്ട് മാറ്റിയത്? 3 കൊല്ലത്തേക്ക് സംരക്ഷിക്കാൻ പറ്റുമായിരുന്ന നിങ്ങൾ 3 കൊല്ലത്തേക്ക്
അനിൽ നമ്പ്യാർ പേടിച്ചിട്ടില്ലെങ്കിലും പേടിക്കേണ്ടവരൊക്കെ പേടിച്ചിട്ടുണ്ട്. അനിൽ നമ്പ്യാർ ജനം TV വിട്ടാലും അനിൽ നമ്പ്യാർ നല്ല മികച്ച പത്രപ്രവർത്തകരായതുകൊണ്ട് വേറെ ഏത് ചാനലിലും അനിൽ നമ്പ്യാർ സീറ്റുണ്ട്. അത് അനിലിന് പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ നമ്പ്യാരെ പേടിക്കേണ്ടവരൊക്കെ പേടിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. വോട്ട് കള്ളനാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് കള്ളനാണ്, വോട്ട് കള്ളനാണ്, വോട്ട് കൊള്ള നടത്തിയവാളാണ്, വോട്ട് കൊള്ള നടത്തിയ അമിത്ഷായേക്കും നരേന്ദ്രമോദിക്കും വോട്ട് കൊള്ള നടത്തിയെന്ന് ആരോപിക്കുന്നവ, ആക്ഷേപിക്കുന്നവ അവരുടെ തനിനിറയല്ലേ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. സോണിയയുടെ വിദേശ പൗരത്വം നേരത്തെ അഡ്വക്കേറ്റ് രാംകുമാർ ഇവിടെ സൂചിപ്പിച്ചു. 83 പൗരത്വം, ഇന്ത്യൻ പൗരത്വം വിദേശ 1981 തന്നെ തെരഞ്ഞെടുപ്പ് അവകാശം നൽകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്കെ ആരുടെ ഉള്ളം കയ്യിലായിരുന്നു എന്നൊക്കെ നാട്ടുകാർ മനസ്സിലാക്കുന്ന പുതിയ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. തിരിച്ചു വരാം. അഡ്വക്കേറ്റ് പത്മകുമാർ, ആറ്റം ബോംബിൽ ഞെട്ടിയോ? ഇപ്പോൾ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. നോക്കൂ, രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് ഞാനൊരു ആറ്റം ബോംബ് ഇടാൻ പോവുകയാണ്, എല്ലാവരും ഞെട്ടിത്തെറിക്കുന്നു. ആ ആറ്റം ബോംബ് ഇടലിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ഇപ്പോൾ തൃശ്ശൂരിലെ ജനപ്രതിനിധി സുരേഷ് ഗോപിയെ പിടിച്ചിരിക്കുന്നത്, ഉന്നം വെച്ചിരിക്കുന്നത്? ഇതിൽ ഒരു രാഷ്ട്രീയ മര്യാദ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന രാഹുൽ ഗാന്ധി മുതൽ നിയാസ് വരെ ഇല്ല. ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇതിനെതിരെ ഉപയോഗിച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നത് ഇന്ത്യയുടെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിൽ തെറ്റോ ശരിയോ ഉണ്ടെന്ന് ആർക്കെങ്കിലും ആരോപണമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റില്ല. പക്ഷേ രാഹുൽ ഗാന്ധി മുതൽ ഈ നിയാസ് വരെയുള്ള ആളുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉപയോഗിച്ച ഭാഷ നിങ്ങൾ കേട്ടല്ലോ. ഇത് തന്നെയാണ് ഈ കോൺഗ്രസിൻ്റെ സംസ്കാരം, അവരുടെ പ്രവൃത്തിയും. ഈ രാജ്യത്തെ അപമാനിക്കുക എന്നുള്ള, ഭരണഘടനാ സ്ഥാപനങ്ങളെ അപമാനിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ആറ്റം ബോംബെന്ന് പറഞ്ഞിട്ട് മാലപ്പടക്കത്തിൻ്റെ എഫക്റ്റ് പോലും ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഇപ്പോൾ ഇളിഭ്യനായിരിക്കുകയാണ്. ഇത് പരാജയം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ബാലിശങ്ങളായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ് മുന്നോട്ട് വരുന്നത്. അദ്ദേഹം അനിൽ നമ്പ്യാർ ഉന്നയിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനിടയ്ക്ക് ഞാൻ വേറൊന്ന് നിയാസിനോടൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പോൾ പറഞ്ഞല്ലോ സുരേഷ് ഗോപിക്ക് 2 സ്ഥലത്ത് വോട്ടുണ്ടായ ഭയങ്കര തെറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് രാഷ്ട്രീയ മാന്യത കാണിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ നിയാസിനോട് ചോദിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ ചെന്നിത്തല തൃപ്പരുത്തറ പഞ്ചായത്തിൽ 16-ാം നമ്പർ വാർഡിലെ സീരിയൽ നമ്പർ 440 മുതൽ 444 വരെയുള്ള ആ വോട്ടർ ലിസ്റ്റ് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കണം. ഇപ്പോഴുള്ള വോട്ടർ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കണം. നിങ്ങളെ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയുടെയും കുടുംബത്തിൻ്റെ ഭാര്യ, മക്കള് ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഞാൻ ഒന്നുകൂടി പറയാം. സീരിയൽ നമ്പർ 440, 41, 42, 43, 44. അവസാനം 44 രമേശ് ചെന്നിത്തലയാണ്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. നിങ്ങൾ ഈ സുരേഷ് ഗോപിക്കെതിരെ പറഞ്ഞ ഒരു അളവുകോലുണ്ടല്ലോ, അതൊന്ന് രമേശ് ചെന്നിത്തലയുടെ പുറത്ത് വെച്ചൊന്ന് അളന്നു നോക്കണം. അതേസമയം ആലപ്പുഴ ജില്ലയിലെ കരിപ്പാട് മുനിസിപ്പാലിറ്റിയിലെ വാർഡ് നമ്പർ 29 ഡാണാപ്പടി വാർഡിലെ, അതായത് അതിൽ സീരിയൽ നമ്പർ 987 മുതൽ 991 വരെയുള്ള രമേശ് ചെന്നിത്തലയുടെ കുടുംബ അംഗങ്ങളുടെ പേരാണ് ഇതിലുള്ളത്. ഈ പറഞ്ഞ സുരേഷ് ഗോപി ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് തൃശ്ശൂരിൽ പോയി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തത് വലിയ അപരാധമായി, ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഈ 2 നമ്പരും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല, കോൺഗ്രസിൻ്റെ സമന്വിതനായ നേതാവിൻ്റെ കുടുംബത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും വോട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾ സുരേഷ് ഗോപിയുടെ തോളിൽ വച്ചിട്ടുള്ള ഒരു അളവുകളുണ്ടല്ലോ, അതൊന്ന് രമേശ് ചെന്നിത്തലയുടെ ശരീരത്തിൽ ഒന്ന് ചാരി നോക്കി പരിശോധിച്ച് നോക്കണം. അപ്പോൾ ബാലിശങ്ങളായ ആരോപണങ്ങൾ ഉന്നയിച്ച് പരാജയം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭൂഷണമല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ സുരേഷ് ഗോപിയെ ജയിച്ചു, അപ്പോൾ ആദ്യം പറഞ്ഞ എന്താ? അന്ന് പറഞ്ഞത് പൂരം കലക്കിയാണ് സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്നുള്ളതാണ്. അന്ന് നിങ്ങളുടെ സമുന്നതനായ നേതാവ് കെ മുരളീധരൻ എന്താ പറഞ്ഞത്?
തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച സമയത്ത് കെ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ്സുകാരാണ്. അങ്ങനെയാണ് പറഞ്ഞത്. എന്നെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ്സുകാരാണ്. അന്ന് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കില്ല. ഞാൻ വോട്ടർ ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് പിന്നീട് വരാം. പക്ഷേ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞാനൊന്ന് പ്രിയപ്പെട്ട നിയാസിനോട് ഒന്ന് ചോദിച്ചോട്ടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ 2024 തെരഞ്ഞെടുപ്പിൽ ഏകദേശം 46,000 വോട്ടിൻ്റെ അധിക പോൾ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ 46,000-ഓളം വോട്ട് 2019 2024 പോൾ ചെയ്തിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് പാർട്ടിക്ക് 86,000 വോട്ടിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ 2019 കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തതിനേക്കാൾ 2024 86,000 വോട്ട് കുറവ് വന്നിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ വോട്ട് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടും. പക്ഷെ നിങ്ങൾക്ക് കുറഞ്ഞത് എങ്ങനെയാ? നിങ്ങളെ ജനങ്ങളുടെ മുന്നിൽ, പൊതുജനങ്ങളുടെ മുന്നിൽ പറയേണ്ടത് 86,000 വോട്ടിൻ്റെ കുറവ് 2019 നിന്ന് 2024 ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 2019 നിങ്ങൾക്ക് വോട്ട് ചെയ്ത 86,000 ആളുകൾ തിരിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെതിരായി, കെ മുരളീധരനെതിരായി, UDF-നെതിരായി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ കള്ളവോട്ട് ചേർത്തതുകൊണ്ടാണോ? കള്ളവോട്ട് ചേർത്തെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടാം. പക്ഷെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് എങ്ങനെയാണ് കുറയുന്നത്? നിങ്ങളെ ആരെങ്കിലും ഞങ്ങൾ ഡിലീറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ? അപ്പോൾ ഇങ്ങനെ ഉണ്ടയില്ല വെടിവെക്കരുത്. നിങ്ങളെ ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ദേശീയ തലത്തിൽ തന്നെ നിങ്ങളെടുക്കുന്ന രാജ്യദ്രോഹപരമായ നിലപാട് ഭാരതത്തെ അപമാനപ്പെടുത്തുന്നതിന്, വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഇമേജിനെ ഇടിച്ചു താഴ്ത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നിങ്ങളുടെ അഖിലേന്ത്യാ നേതാവ് മുതൽ നിങ്ങളുടെ ഈ താഴെയുള്ള നേതാക്കന്മാരെ വരെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വോട്ടർ പട്ടികയിൽ പേര് കൂടുതൽ ചേർത്തു എന്ന് പറഞ്ഞു. എന്താണ് വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് വോട്ട് ചേർക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇത് രഹസ്യമായി ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നതല്ല. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റെ കോപ്പി കൊടുക്കണം. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഡിജിറ്റൽ കോപ്പി വേണമെന്ന്. പ്രിന്റഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അത് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് പരാതി ഇൻക്ലൂഷൻ വേണമെങ്കിലും ഡിലീഷൻ വേണമെങ്കിലും തെറ്റ് തിരുത്താനോ പരാതി കൊടുക്കാം. പുതുതായി ആരെങ്കിലും വോട്ടർ ലിസ്റ്റിൽ എൻപാനൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ BLO, ഓരോ ബൂത്തിലും ഓരോ BLOമാരുണ്ട്. അത് കഴിഞ്ഞ നമ്മുടെ റിട്ടയറായ ചില ഉദ്യോഗസ്ഥന്മാരായിരിക്കാം കേന്ദ്ര ഗവൺമെൻറ്റിലും അതേപോലെ സംസ്ഥാന ഗവൺമെൻറ് ഡയറക്റ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അതിൽ സൂപ്പർവൈസ് ചെയ്യുന്നതെല്ലാം ഭൂരിപക്ഷം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ, കളക്ടർ ഉൾപ്പെടെ ഉള്ള ആളുകളാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫുകളാണ്. ഒരിക്കലും കേന്ദ്ര ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ആളുകളല്ല. അവർ ഈ എൻറോൾമെൻറ്റ് ആരെങ്കിലും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ അതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് ഈ എൻറോൾ അപേക്ഷ കൊടുത്ത വോട്ടറെ വീട്ടിൽ വന്ന് ഒറിജിനൽ രേഖകൾ പരിശോധിച്ചതിന് ശേഷം BLOയും BLA എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ബൂത്ത് ലെവൽ ഏജന്റ് രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ BLA ഉള്ളത് CPM-നാണ്. ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ കോൺഗ്രസിനുണ്ട്. അത് കഴിഞ്ഞാലേ BJPക്ക് വരുന്നുള്ളൂ. ഈ BLAമാരുമായി ഒരുമിച്ചിരുന്നത് ഇതിൻ്റെ പരിശോധിച്ചതിന് ശേഷമാണ് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞു ഫൈനൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് റിവിഷന് അവകാശമുണ്ട്, പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഇത്രയും സുതാര്യമായ തരത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാം, എവിടെ വെച്ച് വേണമെങ്കിലും പരിശോധിക്കാം, വീട്ടിലിരുന്ന് പരിശോധിക്കാം, നമ്മുടെ വില്ലേജ് ഓഫീസിൽ പോയി പരിശോധിക്കാം, പഞ്ചായത്ത് ഓഫീസിൽ പോയി പരിശോധിക്കാം, കളക്ടറിൽ പോയി പരിശോധിക്കാം. ഇതിനെല്ലാം സൗകര്യം ഉണ്ടാക്കി ഫൈനൽ വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇപ്പോൾ വന്ന് പറയുന്നത് BJP കള്ള വോട്ട് ചെയ്താണ് ജയിച്ചത്, വോട്ട് മോഷ്ടിച്ചു എന്നാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിയാസെ, ഈ പുതുതായി എൻറോൾ ചെയ്തിട്ടുള്ള വോട്ടർമാരെല്ലാം BJPക്കാണ് വോട്ട് ചെയ്തത് നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്? ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്? ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് കേസിൽ അല്ലാതെ ഏതെങ്കിലും ഈ വോട്ട് ചെയ്തിട്ടുള്ള ബാലറ്റ് പേപ്പർ വീണ്ടും പരിശോധിക്കുന്നുണ്ടോ? അങ്ങനെ പരിശോധിച്ചാൽ തന്നെ നമുക്ക് ശാസ്ത്രീയമായി പരിശോധിക്കാതെ ഇത് ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് അറിയാൻ കഴിയുമോ? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വോട്ട് മോഷിച്ചു എന്ന് പറയുന്നത്? നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ 30-40 സീറ്റിൽ BJP വോട്ട് മറിച്ചത് കൊണ്ടാണ് BJP അധികാരത്തിൽ വന്നത്. 28ഓളം
കോൺഗ്രസ് ജയിച്ച സീറ്റുകളിൽ 10,000-നും 20,000-നും താഴെ വോട്ടിനാണ് കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുകൂടെ, നിങ്ങൾ ഈ തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടത്തിയിട്ടാണ് ഈ മിനിമം ഒരു പാർലമെന്റിൽ 10,000 വോട്ടിന് അല്ലെങ്കിൽ 5,000 വോട്ടിന് അല്ലെങ്കിൽ 20,000 വോട്ടിന് താഴെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ മത്സരിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പരാജയത്ത് ഏറ്റുവാങ്ങിയാൽ അത് പരാജയം സമ്മതിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു അന്തസ്സ് നിങ്ങൾക്ക് വേണം. അതില്ലാതെ പോയി അഖിലേന്ത്യാ നേതാവ് മുതൽ ഈ താഴെത്തട്ടിൽ വരെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയി. CPM-നെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് നിയാസിന്റെ ഒരു നേതാവുണ്ടല്ലോ, അടൂർ പ്രകാശ് ആറ്റങ്കിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു എക്സർസൈസ് നടത്തി. ഞങ്ങളൊരു വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം 1,00,000-ൽ കൂടുതൽ ഡബിൾ വോട്ട്, അവസാനം അതിനെ 53,000 വോട്ടിലേക്ക് കൊണ്ടുവന്നു. 1,00,000-ൽ കൂടുതൽ വോട്ടുള്ളത് 53,000 വോട്ടിലേക്ക് താഴേക്ക് കൊണ്ടുവന്നു. അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? CPM കള്ളവോട്ട് ചെയ്ത്. ആ കാര്യത്തിൽ ഇന്ന് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞങ്ങളന്നും പറഞ്ഞു തെറ്റാണ്, ആ വോട്ടർ ലിസ്റ്റിൽ നിന്ന് മാറ്റേണ്ടതാണ്, അങ്ങനെ ഡബിൾ വോട്ട് വരാൻ പാടില്ല എന്ന് അന്നും ഞങ്ങൾ നിലപാടെടുത്തു. ഇന്നും ആ നിലപാട് തന്നെയാണ്. നിങ്ങൾ അന്ന് പിണറായി വിജയൻ അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ഈ ഇലക്ഷൻ മാനിപ്പുലേഷൻ വോട്ടർ ലിസ്റ്റിൽ മാനിപ്പുലേഷൻ നടത്തിയിട്ടുള്ളതെന്ന് പറയാം. ഇത് കുറച്ച് പറയൂ. നിങ്ങൾ അങ്ങനെ പറയുമെങ്കിൽ, പറയാൻ നിങ്ങൾ ധൈര്യം കാണിക്കുമെങ്കിൽ, നിങ്ങൾ പറയുന്ന ആ നേതാവ് ഒരുമിച്ചാണ് ഡൽഹിയിൽ ഒരുമിച്ചിരിക്കുന്നത്. ഈ CPM-ന്റെ നേതാക്കന്മാരും അതേപോലെ MA ബേബിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരു റൂമിൽ ഇരുന്നാണ് ഇന്നിപ്പോൾ BJP-ക്കെതിരെ NDA-ക്കെതിരായിട്ട് പ്രചരണവുമായി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ അന്യൻ സിനിമയിലെ ചില ഒരു കഥാപാത്രത്തിന്റെ ആ ക്യാരക്ടർ കാണിക്കരുത്. അവിടെ ഇവിടെ ഒരേ സമയം 2 ക്യാരക്ടർ കാണിക്കരുത്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാവാം, പക്ഷെ ജനാധിപത്യത്തെ അപഹസിക്കരുത്, നമ്മുടെ ഭരണഘടനയെ അപഹസിക്കരുത്, വോട്ട് ചെയ്യുന്ന വോട്ടർമാരെ അപഹസിക്കരുത്. പുച്ഛമാണ് നിങ്ങളുടെ ഈ നിലപാടിനോട്. അഡ്വക്കേറ്റ് അസ്ക, ഇന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞത് BJP കുമ്പിടിമാരെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിലെ രാഷ്ട്രീയം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും. ഈ കള്ളവോട്ട്, ഇരട്ട വോട്ട്, വ്യാജ വോട്ട്, ഇതൊന്നും പുതിയ പ്രതിഭാസമൊന്നുമല്ല, അല്ലേ? പരേതന്മാർ പോലും വന്ന് പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്ത് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അന്നൊന്നുമില്ലാത്ത പരാതി എന്തുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ വലിയൊരു ആയുധമാക്കി ഇപ്പോൾ നിങ്ങളങ്ങ് ആഞ്ഞ് വീശിയടിക്കുകയാണ്? ഇപ്പോൾ കോൺഗ്രസ് തുടങ്ങി വെച്ചതുകൊണ്ട് കുറച്ച് പിറകിലാണ് CPM. പക്ഷേ കേരളത്തിൽ നിങ്ങൾ ഒരേ തൂവൽ പക്ഷികളെ പോലെ പ്രവർത്തിക്കുന്നു. സുരേഷ് ഗോപിയെ ഉന്നം വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി ചെയ്ത മഹാപരാധം എന്താണ്? ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കാണേണ്ടതിന് പകരം ചില രാഷ്ട്രീയ ദുരുദ്ദേശങ്ങളോടെ ഇങ്ങനെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നത്, അധിക്ഷേപിക്കുന്നത്, ആക്ഷേപിക്കുന്നത് ശരിയാണോ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത് ഭൂഷണമാണോ? അന്നമ്പിയർ ഇതിൽ കാണേണ്ടത്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നാഴികയ്ക്ക് 40 വട്ടം ഉദ്ഘോഷിക്കുന്ന നമ്മുടെ രാജ്യത്താണ് ഇപ്പോ ജനാധിപത്യത്തെ ആകമാനം അട്ടിമറിക്കപ്പെടുന്ന തരത്തിൽ കള്ളവോട്ടുകളും ഇരട്ട വോട്ടുകളും ചേർത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ 45 സീറ്റിൽ പാർലമെന്റ് സീറ്റിൽ ലഭിക്കുകയും അതിനെ തുടർന്ന് ഇന്ത്യയിൽ അധികാരത്തിലെത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ 2024 ഡിസംബറിൽ നടത്തിയിട്ടുള്ള ഭേദഗതി നമ്മുടെ മുന്നിലുണ്ട്. തെളിവെന്താണ് അഡ്വക്കേറ്റ് അസ്ക? നിങ്ങൾ ഈ അട്ടിമറി നടത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, തെളിവ് എവിടെ? കൈരേഖ കാണിച്ചാൽ പോരാ, തെളിവ് എവിടെ? ഒന്ന്, തെളിവുകൾ എന്ന് പറയുന്നത് അങ്ങ് പരിശോധിക്കപ്പെടേണ്ടത് ഒരു വ്യക്തി ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുമ്പോൾ നൽകുന്ന സത്യവാങ്മൂലമാണ് അതിന്റെ തെളിവ്. ആ സത്യവാങ്മൂലത്തിൽ ഒരേ ഒരു വോട്ട് ഇത്തരത്തിൽ ഇരട്ട വോട്ടാണ് എങ്കിൽ നിർബന്ധിതമായും അത് ജനാധിപത്യത്തെ അട്ടിമറിച്ചാണ്. സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ള ഒരു MP ഒക്കെ തന്നെയാണ്, ഒരു സംശയം കൊണ്ട കാര്യത്തിൽ. ആ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു വോട്ട് അദ്ദേഹത്തിന് ഈ ഇരട്ട വോട്ട് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ജനാധിപത്യത്തെ അട്ടിമറിച്ചതാണ്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജനാധിപത്യത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ്. ആ ധാർമ്മിക മൂല്യങ്ങളെ ചുവട് പിടിച്ചുകൊണ്ട് അദ്ദേഹം നിർബന്ധിതമായി രാജിവെക്കുകയും
ആ ജനങ്ങളോട് മാപ്പ് പറയുകയും നിയമപരമായി അതിന്റെ പ്രത്യാഘാതം പരിശോധിക്കുകയും ആ നിയമപരമായ പ്രത്യാഘാതത്തിനെ തുടർന്ന് ആ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ്. എന്താ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അദ്ദേഹത്തിനും 2 നിയോജക മണ്ഡലത്തിൽ വോട്ടുണ്ട് എന്നുള്ളത് സത്യമല്ലേ? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു ഓർഡിനറി റെസിഡന്റ് എന്നാണ്. ഓർഡിനറി റെസിഡന്റ് ആണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ഓർഡിനറി റെസിഡന്റ് ആണെന്ന നിലയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സത്യവാങ്മൂലം ഇലക്ഷൻ കമ്മീഷന് നൽകിയ സത്യവാങ്മൂലം കള്ള സത്യവാങ്മൂലമാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ റദ്ദ് ചെയ്യാമെന്ന് വളരെ കൃത്യമായി അഡ്വക്കേറ്റ് അസ്ക ഈ 2 നിയോജക മണ്ഡലങ്ങളിലും ഈ 11 പേർ വോട്ട് ചെയ്തോ? ഒരു സമയത്തോട്ടില്ല. അതെ, പാർലമെന്റ് അസംബ്ലി ഇവിടുത്തെ 20 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സമയത്താണ് അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ടായിരുന്നത്. 21 അത് കഴിഞ്ഞതിന് 21 അത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ ഇവിടെ നിങ്ങൾ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ വോട്ടുണ്ടെന്ന് അത് എത്രയോ കാലം കഴിഞ്ഞു. 6 മാസത്തിൽ കൂടുതൽ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഇവിടെ വോട്ടുണ്ടാക്കാം. 6 മാസം മുമ്പ് അവിടെ താമസിക്കുമ്പോൾ അവിടെ വോട്ടുണ്ടാക്കാം. അതല്ല ഇപ്പോൾ പുതിയ സുപ്രീം കോടതി വിധി അനുസരിച്ചാണെങ്കിൽ ഒരു പോസ്റ്റൽ അഡ്രസ് ഉണ്ടെങ്കിലും പറ്റും. അപ്പം അങ്ങനെ ഒരേ സമയം 2 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വോട്ടില്ല. അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അങ്ങനെയല്ല സൗകര്യപ്രദമായ ഒരു വാദമുഖമായി ഉന്നയിക്കുകയാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് പാലിക്കേണ്ട വളരെ അച്ചടക്കത്തിന്റെ ഭാഗമാണ് തന്റെ വോട്ട് ഇരട്ട വോട്ടുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പരിശോധിക്കപ്പെടേണ്ടത്. ആ ഉത്തരവാദിത്വമാണ് അദ്ദേഹം ലംഘിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരേ സമയം ഇല്ല കുടുംബാംഗങ്ങളും സന്തത സഹചാരികളും അല്ല അങ്ങനെ ഇല്ല. അദ്ദേഹം അവിടെ ഉള്ളപ്പോ ഇവിടുത്തെ വോട്ട് ഡിലീറ്റ് ചെയ്തിട്ടാ പോയത്. അസംബ്ലി വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ വോട്ട് ഡിലീറ്റ് ചെയ്തിട്ടാ പോയത്. നിങ്ങൾ പറയുന്നത് തിരിച്ച് അദ്ദേഹം ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇപ്പോഴത്തെ വോട്ടിൽ അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ടെന്നാണ്. ഇത് രണ്ടും രണ്ടാണ്, 2 സമയത്താണ്. എങ്ങനെയാ അദ്ദേഹം ഇപ്പോ അദ്ദേഹം ഓർഡിനറി റെസിഡന്റ് എവിടെയാ? തൃശ്ശൂർ. അദ്ദേഹം തൃശ്ശൂരാണ്. അപ്പൊ പിന്നെ എങ്ങനെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ വീണ്ടും ചെയ്യാൻ പറ്റും? അതെങ്ങനെ നിങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നേരെ 20 വോട്ടർ ലിസ്റ്റാണ് ഇവിടെ ഇപ്പൊ ഇറക്കിയിരിക്കുന്നത്. അതിൽ ഒബ്ജക്ഷൻ കൊടുത്ത് മാറ്റാമല്ലോ. അതിനാണല്ലോ റിവിഷൻ നടക്കുന്നത്. 20 വോട്ടാണ് ഇപ്പൊ അപേക്ഷ കൊടുത്ത് ഇവിടെ കയറിയതല്ല. 20 വോട്ടർ ലിസ്റ്റാണ് ഇപ്പൊ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ ഇതിനിടയ്ക്ക് റിവിഷൻ നടത്തി. അദ്ദേഹം സ്വാഭാവികമായിട്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെയാണ് വോട്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം റിവിഷൻ ഫോം 4 കൊടുത്ത് അദ്ദേഹം ഡിലീറ്റ് ചെയ്യും. അതിന് സംശയം എന്തോ അദ്ദേഹം അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് പറയരുത്. നിങ്ങൾ ഇവിടുത്തെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വോട്ടുണ്ടോ എന്നിട്ട് പരിശോധിച്ചിട്ട് പറയുക. നിയമപരമായി അങ്ങ് പറയുന്നത് ഒരുപക്ഷെ നിയമപരമായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ നിയമപരമായി ഇലക്ഷൻ റൂൾസ് അനുസരിച്ച് ഒരാൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്. അത് പുതിയ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് പിൻവലിക്കാം. പക്ഷേ അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും ഡ്രൈവറുമായിട്ടുള്ള ആളുടെ വോട്ട് 2 മണ്ഡലം അദ്ദേഹത്തിന് 6 മാസം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ അവിടെ താമസിക്കുന്ന ആളുടെ അവിടെ വോട്ടർ ലിസ്റ്റ് പേര് ചേർത്തൂടെ? എന്താ നിയമ തടസ്സം? അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലെ വോട്ട് എന്തുകൊണ്ട് മാറ്റിയില്ല? എവിടത്തെ അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിൽ ഈ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും ഡ്രൈവറുമായിട്ടുള്ള വ്യക്തിയുടെ കുടുംബ വീട്ടിലെ വോട്ട് എന്തുകൊണ്ട് അല്ല അദ്ദേഹം അതിന്റെ ഡിലീഷൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള പരിശോധിക്കുക. അങ്ങനെ പിശക് വന്നിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ വശക്കായിരിക്കും, ഉദ്യോഗസ്ഥന്മാരുടെ വശക്കായിരിക്കും. അദ്ദേഹം 2 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമാണ്. അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം ഡിലീറ്റ് ചെയ്യാൻ അപേക്ഷ കൊടുത്തതായി ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ മന്ത്രി ഗണേഷ് കുമാറിന് എവിടെയെല്ലാം വോട്ടുണ്ട്? കൊട്ടാരക്കരയിൽ വോട്ടുണ്ട്, പത്തനാപുരത്ത് വോട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു അളവ് പോലും വെച്ചിട്ട് അങ്ങോട്ടൊന്ന് പരിശോധിക്കുക. ഈ സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് മാത്രമല്ലല്ലോ, സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് മാത്രമല്ലല്ലോ ഇത് ബാധകം. ഗണേഷ് കുമാറിന് കൊട്ടാരക്കര വീട്ടിൽ വോട്ടുണ്ട്, നമ്മുടെ പത്തനാപുരത്ത് വോട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ പ്രൂവ് ചെയ്ത് തരാം. നമുക്ക് നമ്മുടെ മുന്നിൽ അതെങ്ങനെ പറഞ്ഞുതരാം, ഓരോരുത്തരായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ വരുന്നുണ്ട് ഓരോ നേതാക്കന്മാരുടെ കൂടുതൽ പേരുകൾ പുറത്തു വരും. അവർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വോട്ട് ചേർക്കുമ്പോൾ വേറെ സ്ഥലത്ത് ഡിലീറ്റ് ചെയ്തിട്ടല്ല വന്ന് വോട്ട് ചേർക്കുന്നത്. ചേർത്തിട്ട് അവിടെ 2 സ്ഥലത്ത് ഒരേ സൈമൾട്ടേനിയസ് കൊടുക്കും. കാര്യം അവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ വോട്ട് ചേർക്കുമ്പോൾ ഇവിടെ ചേർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വോട്ട് പോകും. അങ്ങനെ തിരിച്ച് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സമയത്ത് ഹിയറിങ്ങിന് പോകാതെയോ കേട്ടിട്ട് ഡിലീറ്റ് ചെയ്യുള്ളൂ. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നത്തിൽ അതവിടെ കിടക്കും. പക്ഷെ നമ്മളതറിയില്ല. പക്ഷെ നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 2 സ്ഥലത്ത് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തം കൂടിയല്ലേ അത്, അല്ലേ? പരിശോധന വിധേയമാക്കേണ്ടത് ഇത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ വളരെ കൃത്യം എങ്ങനെയാണ് ഇലക്ടറൽ റോൾസിൽ പേര് ചേർക്കേണ്ടത്, എങ്ങനെയാണ് ഇലക്ടറൽ റോൾസിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമാണ്. അമർ സിംഗ് കേസിൽ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ സുവിക്തമായിട്ടുള്ളൊരു വിധിയും ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ബാധകമായിട്ടുള്ളത്. ഈ വിധികളൊന്നും ബാധകമല്ല
ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കും എന്നുള്ളത് ഇതിന് ഏറ്റവും ഉപോത്ബലകമായ തെളിവാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ നിർഭാഗ്യവശാൽ ഇന്ത്യൻ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ നിയമപരമായ പരിമിതി 45 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട്, നിയമപരമായി രക്ഷപ്പെട്ടു എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയവും ധാർമ്മികവുമായി ചെയ്തുപോയ അപരാധം, ജനാധിപത്യത്തെ അട്ടിമറിച്ച അക്ഷന്തവ്യമായ അപരാധത്തെ എങ്ങനെ മറികടക്കാനാവും? ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു എന്ന് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു എന്നും ഭാവിയിൽ ഇന്ത്യ ഒരു ഏകാധിപത്യ രാജ്യമാകുമെന്നും ഏകഭരണത്തിന്റെ കീഴിലാകും എന്ന നിങ്ങൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് മാത്രമേ പരാതിയുള്ളൂ. വയനാട്ടിൽ 93,499 വോട്ടർമാർ വ്യാജമാണ്. അതിൽ 20,438 ഇരട്ട വോട്ടുകളുണ്ട്. 17,450 പേരുടെ വിലാസം വ്യാജമാണ്. ഒരേ വിലാസത്തിൽ തന്നെ 4,246 വോട്ടുകളുണ്ട്. കൂടാതെ 51,365 പേരെ കൂട്ടമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 99, 101, 102 വയസ്സുകാരായ കന്നി വോട്ടർമാരായി പട്ടികയിൽ ചേർത്തിട്ടുണ്ട് ഈ വയസ്സുകാരെ. അതെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പരാതി ഇല്ലേ അഡ്വക്കേറ്റ് അസ്ക? എന്തുകൊണ്ട് തൃശൂർ മാത്രം? എന്തുകൊണ്ട് സുരേഷ് ഗോപി മാത്രം? അല്ല, ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് 45 പാർലമെന്റ് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്നത്. അല്ല, അതെ, വയനാട്ടിൽ ഉൾപ്പെടുവോ? അസ്കറിനോട് ഒരു ചോദ്യം. നമ്മൾ വേറെ കാര്യമൊന്നും പോണ്ട. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം. എൻ്റെ ഒരു പേഴ്സണൽ കാര്യം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. എൻ്റെ വീട് എൻ്റെ ഹൗസ് നമ്പർ എന്ന് പറയുന്നത് 17/2817 എൻ്റെ വീട്ടു നമ്പർ. ആ വീട്ടു നമ്പറിലല്ല ഇപ്പോൾ എനിക്ക് വോട്ട് വന്നിരിക്കുന്നത്. 17/2818 വേറൊരു വീട്ടിലാണ്. ആ വീട്ടിൽ സീരിയൽ നമ്പർ 917 മുതൽ 943 വരെ 26 വോട്ട് ചേർത്തിരിക്കുകയാണ്. പിണറായി വിജയനാണ് ചേർത്തത് ഞാൻ അങ്ങ് ആരോപിച്ചാൽ അസ്കറിന്റെ മറുപടി എന്താ? ഞാൻ ഇവിടെ പറഞ്ഞുതരാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 36ാമത്തെ വാർഡ് ഗൗരീശപട്ടം വാർഡില് പാർട്ട് 3യിൽ 917 മുതൽ 943 വരെ 26 വോട്ടുണ്ട്. എൻ്റെ വീട്, എൻ്റെ വോട്ട് അതിനകത്തോട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ വീട് നമ്പർ അതല്ല, 17/2818 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ വീട് നമ്പർ 17/2817. നിങ്ങളൊന്ന് പരിശോധിച്ചു. ഇത് പിണറായി വിജയനാണ് ഇതോടെ കള്ളവോട്ട് ചേർത്തിരിക്കുന്നത്. 26 വോട്ട് ഒരു ബൂത്തിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതോട് പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 36ാമത്തെ ഗൗരീശവട്ടം വാർഡിൽ 917 മുതൽ 943 വരെ സീരിയൽ നമ്പറിൽ ഒരു വീട്ടു നമ്പറാണ് 2818 വീട്ടു നമ്പറാണ്. നിങ്ങളത് പരിശോധിക്കൂ. വേണമെങ്കിൽ ഇപ്പൊ ഓൺലൈനിൽ പരിശോധിക്കുക. ഒരേ വീട്ടില് 26 വോട്ട്. ഇതേപോലെ എത്ര സ്ഥലത്ത്? ഒന്നാമത്തെ ആ വാർഡിൽ തന്നെ ഒന്നാമത്തെ വോട്ട് വീട്ടു നമ്പർ 0 നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നേരത്തെ രാഹുൽ ഗാന്ധിയെ കുറെ 00 വീട്ടു നമ്പർ XY എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ പറയുകയാണ് 36ൽ പാർട്ട് നമ്പർ 3യിൽ ഒന്നാമത്തെ വീട്ടു നമ്പർ വീട് 0 എൻ്റെ വീട്ടിലൊരു വോട്ടറാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടു നമ്പർ വേറെ സ്ഥലത്ത് ഇട്ടിട്ട് 1ാം നമ്പറായിട്ട് ഇട്ടിട്ട് സീരിയൽ നമ്പറിൽ ഇട്ടത് 0. ഇതൊക്കെ പിണറായി വിജയൻ വോട്ടുണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണോ? ഞാൻ ആരോപിക്കുന്നു. ഇടതുപക്ഷ ഗവൺമെന്റ് അങ്ങനെയാണ് ചെയ്തത്. നിങ്ങൾ ഈ പറയുന്ന രീതിശാസ്ത്രമാണെങ്കിൽ അതും അംഗീകരിക്കണം. അത് ബാധകമാണ്, ആപ്ലിക്കബിൾ ആണ്. പുത്തൂർ പഞ്ചായത്ത് 49/49 327 വോട്ട് ഒരു അഡ്രസ്സിൽ ഒരു വീട്ടു നമ്പറിൽ കൊല്ലം ജില്ലയിൽ. അപ്പൊ ഇതൊക്കെ ഭരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ചുമതലയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായി നിങ്ങൾക്ക് പ്രചരണം നടത്താം. പക്ഷേ ഇതിൽ അതുകൊണ്ടാണ് പറഞ്ഞത് ആരോപണം ഉന്നയിക്കുമ്പോൾ ഏത് നേതാവായാലും അല്പമെങ്കിലും ധാർമ്മികത വേണം എന്ന് ഞാൻ പറഞ്ഞു. അഡ്വക്കേറ്റ് പത്മകുമാർ സ്വന്തം അനുഭവമാണ് ഇവിടെ വിശദമായി പറഞ്ഞത്. നോക്കൂ, അങ്ങനെയുള്ള നിരവധി വീഴ്ചകൾ, പരാതികൾ ഒക്കെ ഉണ്ട്. അത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്ന ആരോപണം BJPയുടെ ഭാഗത്തു നിന്ന് ഇല്ല. അപ്പോൾ നരേന്ദ്രമോദിയെ വോട്ട് കള്ളൻ എന്ന് വിളിച്ചാക്ഷേപിക്കുന്നത് എന്താണ് അതിൻ്റെ അടിസ്ഥാനം? കാണേണ്ടത് ഇപ്പോ നേരത്തെ ശ്രീ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു. സുരേഷ് ഗോപി കരട് വോട്ടർ പട്ടികയിൽ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ പേര് വന്നിട്ടുണ്ട്. അത് മാറ്റുന്നതിന് കരട് വോട്ടർ പട്ടികയാണ് ഇവിടെ പ്രശ്നം. കരട് വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ള ക്രമക്കേടുകളോ
അതിലെ സാങ്കേതികത്തിന്റെ പ്രശ്നമല്ല. ഇവിടെ ഉയർത്തപ്പെടുന്ന പ്രശ്നം ഇരട്ട വോട്ടുകളും വ്യാജ വോട്ടുകളും ചേർത്താണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചു എന്നുള്ളത് ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ്, രാഷ്ട്രീയ ചോദ്യമാണ് രാജ്യത്ത് ഉയരപ്പെടുന്നത്. തൃശ്ശൂരിൽ അത്തരത്തിൽ വിജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് മറ്റിതര മണ്ഡലങ്ങളിൽ നിന്നും വോട്ടുകൾ ചേർത്തു എന്നുള്ളത് തെളിവ് സഹിതം പൊതുമണ്ഡലത്തിൽ വന്നിരിക്കുകയാണ്. ആ വോട്ടുകൾ ആർക്ക് ലഭിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വോട്ടുകളാ ചേർത്തത് നമ്മുടെ മുന്നിൽ മാർഗമില്ല. എത്ര വോട്ടുകളാ ചേർത്തത്? സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം അറിയാലോ, ഏകദേശം 75,000 നിന്ന് എത്രയധികം വോട്ടുകൾ ചേർത്തു എന്നാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമുക്ക് മുന്നിൽ വരുന്ന തെളിവുകൾ പുറത്തുവിടുന്നത്. അപ്പൊ ഇതിൽ ഓരോ വോട്ട് കണക്ക് പറ, നിങ്ങൾ ആ വോട്ടുകൾ കൊണ്ടാണ് ആ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പറഞ്ഞു വരികയാണല്ലോ, അല്ലെ? അങ്ങനെയാണോ സംഭവിച്ചത്? ഇത്തരത്തിൽ ഇരട്ട വോട്ടിൽ ഓരോ വോട്ട് ശ്രീ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ധാർമ്മികമായി അദ്ദേഹം രാജിവെക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. കാര്യം ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചു. ഇനി 86,000 വോട്ട് ചേർത്തോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അല്ല അസ്കർ, 2019-നും 24-നും വ്യത്യാസം 46,000 വോട്ടാണ് അധികമായിട്ട് വന്നിട്ടുള്ളത്. 46,000 വോട്ടാണ് നിങ്ങൾ പറയുന്നത്. ഈ അധികമായി പോൾ ചെയ്തിട്ടുള്ള 2019-നും 2024-നും വ്യത്യാസം വന്നാൽ 46,000 വോട്ട് അധികമായി പോൾ ചെയ്തിട്ടുണ്ട്. ഈ 46,000 അധികം പോൾ ചെയ്ത വോട്ടും നിങ്ങൾ സമ്മതിക്കുന്നത് സുരേഷ് ഗോപിക്കാണ്. നിങ്ങളുടെ സുനിൽകുമാറിന് കിട്ടിയിട്ടില്ല, കെ മുരളീധരന് കിട്ടിയിട്ടില്ല, അല്ലേ? അങ്ങനെയാണോ? അങ്ങനെയല്ല. ഇപ്പൊ ഈ 46,000 അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിൽ കുറവ് വരുന്നതാണ്. അതുകൊണ്ട് ജനാധിപത്യ പ്രക്രിയ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. അല്ലല്ല, കളവായി ചേർത്ത അല്ലെങ്കിൽ അതുമായി ചേർത്ത വോട്ടാണ് 86,000 വോട്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അത് നിങ്ങളാണ് പറയുന്നത്. പ്രൂവ് ചെയ്യാൻ കഴിയാത്തൊരു ആരോപണം, അത്രേ ഉള്ളൂ. അങ്ങനെയല്ല, ഇതിൽ വളരെ കൃത്യമായി 1% വോട്ടുകൾ അദ്ദേഹം. ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ, അല്ല, തൃശ്ശൂരിലെ 7 മണ്ഡലത്തിൽ 6 മണ്ഡലത്തിലാണ് സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കപ്പെട്ട അതിൽ ഒരു മണ്ഡലം 3-ാം സ്ഥാനത്ത് പോയ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരാണ്. ഈ ഗുരുവായൂർ 24,000 വോട്ട് കൂടുതൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് സുരേഷ് ഗോപി 3-ാം സ്ഥാനത്താണ്. അപ്പൊ ഈ കൂടുതൽ ചേർത്ത വോട്ട് ആർക്കാ കിട്ടിയിട്ടുള്ളത്? ഒന്ന് ഒരു കണക്കെടുക്കുക. ഗുരുവായൂർ 7 മണ്ഡലത്തിൽ. അതേപോലെ ഏറ്റവും കുറവ് വോട്ട് ചേർത്തത് പുതുക്കാടാണ്, 14,000 വോട്ട്. ഏറ്റവും അത് കമ്മ്യൂണിസ്റ്റ് LDFന്റെ കോട്ടയാണ് പുതുക്കാട് മണ്ഡലം. ആ പുതുക്കാട് മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് ചേർത്തത് 14. അവിടെ 12,000 വോട്ടിന് സുരേഷ് ഗോപി മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് മാനദണ്ഡം, ഏത് അളവുകോൽ വെച്ചിട്ടാണ് ഈ കണക്കെടുക്കുന്നത്? 3-ാം സ്ഥാനത്ത് വന്നത് 24,000 വോട്ടാണ് ഗുരുവായൂർ പുതുതായി വന്നത്, കൂടുതൽ വന്നിട്ടുള്ളത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വന്നിട്ടുള്ളത്. അവിടെ സുരേഷ് ഗോപി 3-ാം സ്ഥാനം. ശരി, പ്രിയപ്പെട്ട പത്മകുമാർ, ഇതില് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല നമ്മുടെ മുന്നിലെ പ്രശ്നം. ധാർമ്മികതയും രാഷ്ട്രീയവുമാണ് പ്രശ്നം. അല്ല, ധാർമ്മികതയാണെങ്കിൽ സുരേഷ് ഗോപിയാണ്. കണക്കുകൾ കൊണ്ട് ഭൂരിപക്ഷത്തെ തീരുമാനിക്കലല്ല, അതല്ല പ്രശ്നം. നമ്മുടെ മുന്നിലെ പ്രശ്നം ഒരു വോട്ടെങ്കിലും ഇരട്ട വോട്ടുകളിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ ആ ധാർമ്മികത നിങ്ങളുടെ മന്ത്രിസഭയിൽ, നിങ്ങളുടെ പാർട്ടിയുടെ മന്ത്രിസഭയിലുള്ള, മുന്നണിയുടെ മന്ത്രിസഭയിലുള്ള ഈ ഗണേഷ് കുമാറിനോട് രാജിവെക്കാൻ പറയൂ. നിശ്ചയം. അല്ല, ഈ ഫ്ലോറിൽ നിന്ന് പറയൂ. രണ്ടോട്ട് ഗണേഷ് കുമാറിനുണ്ട് എങ്കിൽ അദ്ദേഹം ഈ സുരേഷ് ഗോപി രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നത് പോലെ ഗണേഷ് കുമാർ രാജിവെക്കണം എന്ന് ആവശ്യപ്പെടും. ഇവിടെ ഇരുന്ന് ആവശ്യപ്പെടും. നിങ്ങൾ ഈ ധാർമ്മികതയും സത്യസന്ധതയെന്ന് പറയുന്നത് ഗണേഷ് കുമാറിന് 2 സ്ഥലത്ത് വോട്ടുണ്ട് എങ്കിൽ അദ്ദേഹം രാജിവെക്കണം. അതാണ് LDFന്റെ നിലപാട്. ധാർമ്മികത എന്ന് ഇവിടെ ഇരുന്ന് പറയൂ. അല്ല, ഒന്ന് പറയൂ. നിങ്ങളെ സുരേഷ് ഗോപിക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടല്ലോ, സുരേഷ് ഗോപിക്കും BJPക്കും ട്യൂഷൻ എടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഗണേഷ് കുമാർ അങ്ങനെ 2 സ്ഥലത്ത് വോട്ടുണ്ട്, ഒരിടത്തെ വോട്ട് ചെയ്തിട്ടുള്ളൂ, അദ്ദേഹം രാജിവെക്കണം ധാർമ്മികമായി പറയാൻ തയ്യാറുണ്ടോ? അതാണ് അങ്ങനല്ല. നിങ്ങൾ ഒഴിയ. ഞാൻ ചോദിച്ചത് സുരേഷ് ഗോപിയോട് രാജിവെക്കാൻ പറയുന്നത് പോലെ ഗണേഷ് കുമാറിനോട് രാജിവെക്കണം എന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. മറുപടി പറയും. അല്ല, നിലവിൽ എന്റെ മുന്നിൽ തെളിവുകൾ അക്കാര്യത്തിലില്ല. തെളിവുകളുണ്ടെങ്കിൽ മതി. അങ്ങനെ ഉണ്ട് എങ്കിൽ സാധ്യത വെച്ചുകൊണ്ട് തന്നെ പറയൂ. അങ്ങനെ രാജിവെക്കണം പറയാൻ തയ്യാറുണ്ടോ?
പത്മകുമാർ ആദ്യമായി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഹൈപ്പോത്തിക്കേഷനിൽ ഹൈപ്പോത്തിക്കേഷൻ അല്ല, നിങ്ങൾ സുരേഷ് ഗോപിയെ ഹൈപ്പോത്തിക്കേഷൻ ആണ്. അല്ല, സുരേഷ് ഗോപിക്ക് ഇവരാണ് വോട്ട് ചെയ്തതെന്ന് ഒരു തെളിവുമില്ല. ഇവരാണ് ഡബിൾ വോട്ടുള്ളവരാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതെന്ന് ഒരു തെളിവുമില്ല. നിങ്ങളും സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളും പറയുന്നത്. ഒരു തെളിവുമില്ല, ഒരു കോടതിയുടെ തെളിവുമില്ല, വേറെ ഇലക്ഷൻ കമ്മീഷന്റെ തെളിവുമില്ല. ഡബിൾ വോട്ട് വന്നിട്ടുണ്ട് ആ മണ്ഡലത്തിൽ, അത് സുരേഷ് ഗോപിക്ക് ആയിരിക്കും എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ ഈ പറയുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. കൂടുതൽ വോട്ടുകൾ വന്നിട്ടുണ്ട്, ഡബിൾ വോട്ടുണ്ട്, ട്രിപ്പിൾ വോട്ടുണ്ട്, അത് മോഡിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ്. ഞാൻ ചോദിക്കുന്നത് ഗണേഷ് കുമാർ കൊട്ടാരക്കരയിലും നമ്മുടെ പത്തനാപുരത്തും വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട് എങ്കിൽ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെക്കണം ഉണ്ട് എങ്കിൽ എന്ന് പറയാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ പറയാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ രാഷ്ട്രീയ നാടകമാണ്. അസ്കറെ, അത്രേ ഉള്ളൂ. അല്ല പ്രിയപ്പെട്ട പത്മകുമാർ, അടിസ്ഥാനപരമായി ഇതിനകത്തുള്ളൊരു വിഷയം അടിസ്ഥാനപരമായി നിങ്ങൾ സുരേഷ് ഗോപിക്കെതിരായിട്ട് ഒരു തെളിവില്ല, പ്രൂവ് ചെയ്ത തെളിവില്ല. എവിടെയാ തെളിവ്? വോട്ട് ഇവരെല്ലാം അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്തതെന്ന് ധാർമ്മികതയുടെ കാര്യം പറയുന്നത് എന്തിനാ? ഗണേഷ് കുമാറിന്റെ കാര്യത്തിലാണ് നിങ്ങൾക്ക് രാഷ്ട്രീയമായി സത്യസന്ധതയുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഗണേഷ് കുമാറിന് 2 സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ രാജിവെക്കേണ്ടതാണ് എന്ന് ഇവിടെ പറയട്ടെ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് JR പത്മകുമാർ BJPക്കാണ് വോട്ട് ചെയ്തതെന്ന് തെളിയിക്കാൻ കഴിയും. പിന്നെ നിങ്ങൾ എന്ത് രീതിയിലാണ് BJPക്കും മോഡിക്കും സുരേഷ് ഗോപിക്കെതിരെ ആരോപണം ഞാൻ ചോദിക്കുന്നത്? നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാനാണോ? നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ സഹായിക്കും, നമുക്കറിയാം, ഒരേ മുന്നണിയല്ലേ. ചോദിക്കട്ടെ, സുഭാഷ് ഗോപി സുരേഷ് ഗോപിയുടെ സഹോദരനാണ്. ഒരാൾ സംസാരിക്കുമ്പോ അസ്കറിന് പരാതിയില്ല. അഡ്വക്കേറ്റ് നിയാസ്, അസ്കറിന് പരാതിയില്ല. അസ്കർ ഇതൊക്കെ എൻജോയ് ചെയ്ത് കൂട്ടത്തില്ല. താങ്കൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജന ടി വി ആയതുകൊണ്ട് തങ്ങളുടെ സ്വന്തം സംഘടനയോട് ചെയ്യുന്ന രീതി സുരേഷ് ഗോപിയോട് കാണിക്കുന്നത്. ഞാനും അസ്കറും സംസാരിച്ചോണ്ടിപ്പോ നിങ്ങൾ ഇടപെട്ടത് ശരിയല്ലല്ലോ. അതെ, നിങ്ങൾ ഇടപെട്ടത് ശരിയല്ലല്ലോ. ഞങ്ങൾ രണ്ടും വലിയ സംസാരിച്ചു. ക്ലാരിറ്റി വരുത്താനാണ്, കൂടുതൽ വ്യക്തത വരുത്താനാണ്, അല്ലാതെ അസ്കറിന് പരാതിയില്ല. അസ്കറിന് പരാതിയില്ലെന്നേ, അസ്കറിന് പരാതിയില്ല. താങ്കൾ മാത്രം ഇരുന്നോ? ഞങ്ങളെ ഇല്ല, ഒരു നിമിഷം പ്രകോപിതനാവാതെ അഡ്വക്കേറ്റ് നിയാസ്, ഒരു നിമിഷം വരാം. അഡ്വക്കേറ്റ് അസ്കർ പറയൂ. അഡ്വക്കേറ്റ് പറയട്ടെ. ഇപ്പൊ താങ്കളാണ് തടസ്സപ്പെടുത്തുന്നത്. അഡ്വക്കേറ്റ് അസ്കറിനെ തടസ്സപ്പെടുത്തുന്നത് താങ്കളാണ്. പ്ലീസ് അതേ സംസാരിക്കട്ടെ, പ്ലീസ്. ഓക്കെ, യെസ്, ജനാധിപത്യപരമായി സമ്മതിക്കാം. യെസ്, പ്ലീസ്. ഒന്ന് അനന്തരം ഇതിൽ കാണേണ്ടത്, സുരേഷ് ഗോപിയുടെ സഹോദരനും കുടുംബത്തിനും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശ്ശൂരിലും വോട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ സഹോദരൻ വോട്ട് ചെയ്തത് സുരേഷ് ഗോപിക്ക് അല്ലാതെ മുരളീധരനാണെന്ന് അല്ലെങ്കിൽ സുനിൽകുമാറിനാണെന്ന് ഒരു ഹൈപ്പോത്തിക്കേഷൻ നമുക്ക് ഇക്കാര്യത്തിൽ വെക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആ വോട്ട് കൃത്യമായി ചെയ്തത് സുരേഷ് ഗോപിക്കായിരിക്കും എന്ന് അനുമാനിക്കാൻ, അസംഷൻസിലേക്ക് എത്താനേ നമുക്ക് നിർവാഹമുള്ളൂ. അപ്പൊ അങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പ്, തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ്, ഒരു വോട്ട് ജനാധിപത്യ പ്രക്രിയയിൽ കപടത, കറപ്ഷൻ എന്ന വാക്കാണ് സുപ്രീം കോടതിയും നിയമവും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇരട്ട വോട്ട് ചെയ്താൽ അത് വഞ്ചനയും ഡിസെപ്ഷനുമാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇരട്ട വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഡുവൽ വോട്ട്സ് ആണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ധാർമ്മികമായി അദ്ദേഹം രാജിവെക്കാൻ ബാധ്യസ്ഥനാണ്. നിയമപരമായി പ്രശ്നമുണ്ട്.
നിയമപരമായി പ്രശ്നമുണ്ട്. നിയമപരമായി 45 ദിവസത്തിന് ഇക്കാര്യത്തിൽ പരാതി കൊടുക്കണമായിരുന്നു. ഇലക്ഷൻ കേസുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ചലഞ്ച് ചെയ്യപ്പെടുമായിരുന്നു. പരാതിയൊന്നും നേരത്തെ എന്തുകൊണ്ട് ഉന്നയിച്ചില്ല അഡ്വക്കേറ്റ് അസ്കർ? ധാർമ്മികമായി അദ്ദേഹം രാജിവെക്കേണ്ടത്. ഇതൊന്നും നേരത്തെ എന്തുകൊണ്ട് ബോധ്യപ്പെട്ടില്ല ഇടതുപക്ഷത്തിന്? എന്തായാലും അദ്ദേഹത്തിനെതിരെ ഈ ആരോപണം വന്ന സാഹചര്യത്തിൽ ഭാഗ്യവശാൽ തൃശൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. തൃശൂർ മണ്ഡലത്തിലെ വോട്ടർമാരെ അദ്ദേഹം നാട് വിട്ട് രാഷ്ട്രീയ ബോധമുള്ളവരാണ് കേട്ടോ, പ്രബുദ്ധരാണ്. ഇങ്ങനെ അധിക്ഷേപിക്കാതെ തൃശ്ശൂരിലെ വോട്ടർമാരെ. അങ്ങനെയല്ല, തൃശ്ശൂരിലെ വോട്ടർമാർക്ക് ആർക്കും പതിച്ചു നൽകിയിട്ടില്ലല്ലോ. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും പതിച്ചു നൽകിയിട്ടില്ലല്ലോ തൃശ്ശൂര്. കന്യാസ്ത്രീമാർ ജയിലിലടച്ചപ്പോ ഇവിടെ എങ്ങും കാണാതിരുന്നതാണ് ജോൺ ബ്രിട്ടാസിന്റെ അവരുടെ ജനപ്രതിനിധിയെ തൃശ്ശൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും കാണാൻ ഒരു അവസരം ഉണ്ടായി എന്നുള്ളത് ഈ ആരോപണം വന്നതിന്റെ മറ്റൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കന്യാസ്ത്രീകൾക്കും ബിഷപ്പുമാർക്കൊക്കെ പരാതി ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തീർത്തോളൂ അഡ്വക്കേറ്റ് അസ്കർ. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വേവലാതി? അവരത് പറഞ്ഞു തീർത്തോളൂ, കുഴപ്പമില്ല. അഡ്വക്കേറ്റ് അസ്കർ പറയുന്നത് മുഖവിലക്കെടുക്കുകയാണെങ്കിൽ ഈ ധാർമ്മികതയൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പരേതാത്മാക്കൾ വന്ന് വോട്ട് ചെയ്ത് പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മലബാറിലൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്? അതൊരു യാഥാർത്ഥ്യമല്ലേ, അതൊരു സത്യമല്ലേ? ഇല്ലാതെ നിഷേധിക്കാൻ പറ്റുമോ? അഡ്വക്കേറ്റ് നിയാസും ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അഡ്വക്കേറ്റ് നിയാസെ, നിങ്ങൾക്ക് ഈ പരാതിയൊന്നും എന്താ നേരത്തെ ഇല്ലാതെ പോയത്? സുരേഷ് ഗോപി മാത്രം എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ കള്ളവോട്ടിലൂടെ, വ്യാജ വോട്ടിലൂടെ എത്ര പേർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്? CPM-ൻ്റെയൊക്കെ മുഖമുദ്ര തന്നെയല്ലേ അത്? അവരുടെ കുത്തക പോലെ കൊണ്ടു നടക്കുന്നതല്ലേ? ഇപ്പോഴും അങ്ങനെ നിർബാധം തുടരുകയല്ലേ? അതിലൊന്നും എന്താ പരാതി ഇല്ലാത്തത്? നിങ്ങളിപ്പോൾ വലിയ വിശുദ്ധ ആത്മാക്കളായിട്ട് മാറുകയാണല്ലോ, വലിയ വിശുദ്ധന്മാർ. നിങ്ങളെല്ലാം വളരെ ധാർമ്മികമായിട്ടാണ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുകയല്ലേ? അപ്പോൾ നോക്കൂ, നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങളത് ഹാജരാക്കുക. അല്ലാതെ ഇങ്ങനെ ഉണ്ടയില്ല വെടി പൊട്ടിച്ചിട്ട് ഒരു കാര്യമില്ല അഡ്വക്കേറ്റ് അസ്കർ. മാത്രമല്ല, ഈ പരാതി എന്തുകൊണ്ട് നേരത്തെ ഉന്നയിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ ബോധ്യപ്പെട്ടില്ല? ഇപ്പോൾ ഒരു ആയുധം കിട്ടിയപ്പോൾ അത് എടുത്ത് അങ്ങ് ആഘോഷിക്കുകയാണ്. അതുവഴി മറ്റ് പല കാര്യങ്ങളും മറക്കണം കേരളത്തിലെ ജനങ്ങൾ, അല്ലേ? അഡ്വക്കേറ്റ് നിയാസ്, വയനാട്ടിലും ഈ ധാർമ്മികത ആപ്ലിക്കബിൾ ആണോ? 93,499 വോട്ടർമാർ വ്യാജമാണ്. ഇരട്ട വോട്ടുകളുടെ കണക്കടക്കം പുറത്തു വന്നിട്ടുണ്ട്. 17,000-ൽ പരം ആളുകളുടെ മേൽവിലാസം വ്യാജമാണ്. അപ്പോൾ നോക്കൂ, സമാനമായിട്ടുള്ള ആരോപണം, ആക്ഷേപം, അതിലെന്ത് മറുപടിയാണ് നൽകാനുള്ളത്? നോക്കൂ, എനിക്കിവിടെ പറയാനുള്ള വയനാട്ടിൽ നിന്നല്ല, ഇന്ത്യയിലെ 545 നിയോജകമണ്ഡലത്തിലും പ്രശ്നം ഈ പറഞ്ഞ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് പുറത്ത് വന്നത്? അനിൽ നമ്പ്യാരെ, നിങ്ങളെ ജന TV പുറത്തു കൊണ്ടുവന്നതല്ലല്ലോ. ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുണ്ടായ സംശയങ്ങൾ അത് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ ഞങ്ങൾക്ക് ഡിജിറ്റൽ വോട്ടർ പട്ടിക തന്നില്ല. നിങ്ങൾ ഞങ്ങൾക്ക് നമ്മുടെ ഫോട്ടോ ഷൂട്ട് ചെയ്ത സാങ്കേതികമായി ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ സുരേഷ് ഗോപി അവിടെ വോട്ട് ചെയ്തിട്ടില്ല. സുരേഷ് ഗോപി അവിടെ വോട്ട് ചെയ്തോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ സുരേഷ് ഗോപിയുടെ നിയോജകമണ്ഡലമായ 41-ാം ബൂത്തിലെ വോട്ടർ പട്ടികയിൽ ആരൊക്കെ വോട്ട് ചെയ്തു എന്ന് ഡിജിറ്റൽ തെളിവുകൾ വേണ്ടേ? അതില്ലല്ലോ, അത് നിങ്ങൾ തരുന്നില്ലല്ലോ, അത് നിങ്ങൾ നശിപ്പിച്ചല്ലോ. എന്തിനാണ് നിങ്ങൾ നശിപ്പിച്ചത്? 3 വർഷമെങ്കിലും കാത്തു സൂക്ഷിക്കുന്ന തീരുമാനമുണ്ട് എന്ന് നിങ്ങളെ തന്നെ തീരുമാനിച്ചത്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തീരുമാനിച്ചത് നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അത് മാറ്റുന്നു. അതിൻ്റെ കാരണം നിങ്ങൾ കള്ളത്തരം ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ ആദ്യം കുറേ കാലം വോട്ടർ മെഷീനിൽ EVM മെഷീനിൽ ക്രമക്കേട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് ജാഗരൂകരായി മുന്നോട്ട് പോയി. അപ്പോഴാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ നിങ്ങൾ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിൽ, ഞാനത് നേരത്തെ ചോദിച്ചതിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞത് ഒരു ക്ലാരിറ്റി കൂടി വരുത്താനുണ്ട്. ഫോം നമ്പർ 4 പേര് ഉൾപ്പെടുത്താനുള്ള അവകാശവാദത്തിൻ്റെ അപേക്ഷ. അതിൽ വളരെ കൃത്യമായി സത്യവാങ്മൂലം കൊടുക്കുന്നതിൽ 4-മത്തത്, അതിൽ മറ്റേതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് ഉൾപ്പെടുത്താൻ ഞാൻ അപേക്ഷിച്ചിട്ടില്ല. 2-മത്തത്, ഈ നിയോജകമണ്ഡലത്തിലോ മറ്റേതെങ്കിലും നിയോജകമണ്ഡലത്തിലോ വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. അഥവാ അങ്ങനെയല്ലെങ്കിൽ ഞാൻ നേരത്തെ താമസിച്ചിട്ട് മേൽവിലാസത്തിൽ എനിക്ക് പേര് ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നും, അങ്ങനെയെങ്കിൽ ആ വോട്ടർ പട്ടികയിൽ നിന്നും
എൻ്റെ പേര് ഒഴിവാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതാണ് നമ്മുടെ സുരേഷ് ഗോപിയും കുടുംബങ്ങളും ഒക്കെ നൽകിയ വോട്ടർ പട്ടികയുടെ ഫോറം നമ്പർ 4. അപ്പോൾ അതില് ക്രമക്കേടുണ്ടോ ഇല്ലയോ എന്നുള്ള പത്മകുമാർ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. രണ്ടാമത്തത് എനിക്ക് പറയാനുള്ളത്, ഇത് കേരളത്തിലെ കഴിഞ്ഞ പാർലമെന്റ് രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറഞ്ഞു. രമേശ് ചെന്നിത്തല 16-ാം വാർഡ് ഒരു മിനിറ്റ് താങ്കളും പത്മകുമാറിനും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ചാടിക്കയറി വരുന്നത് നിങ്ങൾ അസഹിഷ്ണുത കൊണ്ടാണ്. നിങ്ങളെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമുള്ള അസഹിഷ്ണുത താങ്കൾക്കും പിടികൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ചെന്നിത്തലയ്ക്ക് അവിടെ വാർഡിൽ 16-ാം വാർഡിൽ പഞ്ചായത്തിലാണ് വോട്ടുള്ളത്. അവിടെ അദ്ദേഹത്തിന് പാർലമെന്റില് അല്ലെങ്കിൽ അസംബ്ലിയിലുള്ള വോട്ട് 29-ാം വാർഡിൽ തിരുവനന്തപുരത്താണ്. അപ്പൊ ഞാനിത് പറയുന്നത് പറഞ്ഞ രേഖകൾ വെച്ചിട്ടാണ്. മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപിയെ അത് കോർപ്പറേഷനിലാണ്. സുരേഷ് ഗോപിയുടെ ഞാൻ പറയാം. 41-ാം ശാസ്തമംഗലത്ത് അല്ല 41-ാം ബൂത്തില് 41-ാം ബൂത്ത് ഒരു മിനിറ്റ് അല്ല 41-ാം ബൂത്ത് ശാസ്തമംഗലത്തെ 41-ാം ബൂത്തില് അദ്ദേഹത്തിന് വോട്ട് വന്നിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ചേർത്തിരിക്കുന്നത് തൃശ്ശൂരിലെ 115-ാം നമ്പർ ബൂത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അസംബ്ലി അല്ലെങ്കിൽ പാർലമെന്റ് വോട്ടിൽ ഉപയോഗിക്കുന്ന വോട്ടർ ഇലക്ഷൻ ഇതിലാണുള്ളത്. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, താങ്കൾ പറഞ്ഞു മഹാദേവപുരത്ത് ഞങ്ങൾ 11,965 വോട്ടുകളുടെ ഡബിൾ വോട്ട് രേഖ പ്രകാരം നിങ്ങൾ തന്നല്ലോ, പരിശോധിക്കണ്ടേ? എന്തിനാണ് നിങ്ങൾ വയനാട്ടിലേക്ക് മാത്രം പോകുന്നത്? ഇന്ത്യയിലെ മൊത്തം സ്ഥലങ്ങൾ നിങ്ങൾ പരിശോധിക്കൂ. രണ്ടാമത്തത്, ഞങ്ങൾ ഫേക്ക് ഐ ഡി 40,000 ഫേക്ക് ഐ ഡികളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. ബൾക്ക് വോട്ട് ഒരു വീട്ടിൽ നിങ്ങളെ എല്ലാ ജനം TV വെച്ച് മിക്ക മാധ്യമങ്ങളിൽ പോയല്ലോ, 79-80 വോട്ടുള്ള ഒറ്റ മുറി വീട് നമ്മളൊക്കെ കണ്ടല്ലോ. കണ്ടപ്പോ അതേക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? പിന്നെ ഇൻവാലിഡ് ഫോട്ടോസ് 4,000 സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക. ദയവായി അനിൽ നമ്പ്യാരെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കൾ പറഞ്ഞതിൽ ഞാൻ ഇടപെടുന്നില്ല. ഒരു കാര്യം, താങ്കൾ എന്നോട് വളരെ കുറച്ച് സമയമാണ് ഈ ചർച്ചയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം പത്മകുമാറിന് മുഴുവൻ സമയം കൊടുക്കണമെന്ന് അങ്ങക്ക് വലിയ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അതിനുവേണ്ടി താങ്കൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വിരോധമില്ല. അങ്ങയുടെ പാർട്ടി, അങ്ങയുടെ പാർട്ടിയുടെ ആള്, അങ്ങയുടെ പാർട്ടിയുടെ ചാനല് അങ്ങക്ക് വേണ്ട ഈ ഒരു കാര്യം കൂടി ചെയ്യാം. ഇനിയുള്ള കാലങ്ങളിൽ പത്മകുമാറും താങ്കളും മാത്രം ഇത് ചർച്ച ചെയ്താൽ മുഴുവൻ സമയം അദ്ദേഹത്തിന് തന്നെ കൊടുക്കാം. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള അസ്കറിനെ പോലെ സാധാരണക്കാരായ ആൾക്കാരെ ഒന്നും വിളിക്കേണ്ട, നിങ്ങൾ അത് ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, താങ്കൾ പറഞ്ഞല്ലോ ഇവിടെ അസ്കർ ഈ വേദിയിലൂടെയാണ് വന്നത്. അസ്കർ ഇന്ന് എല്ലാ ചാനലിലെയും സ്ഥിരം സാന്നിധ്യമാണ്. ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ് അസ്കർ വന്നത്. അസ്കറിന് ഒരു പ്രശ്നവുമില്ല. അസ്കറിനോട് ചോദിച്ചു നോക്ക്, ഇതുപോലെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന മറ്റൊരു ചാനലുണ്ടോ എന്ന്. താങ്കൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തി. കൈരളി ചാനലിൽ പോയി ഇതുപോലെ സംസാരിക്കാൻ പറ്റുമോ? അല്ല, ഒരു മിനിറ്റ് അനിൽ നമ്പ്യാരെ, ഒരു മിനിറ്റ്. അനിൽ നമ്പ്യാര് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ JR പത്മകുമാർ വന്ന് ഇന്ന് മുഴുവനായി അസ്കറിന് ഒരു വാക്ക് പോലും സംസാരിക്കാതെ മുന്നോട്ട് വന്നപ്പോൾ താങ്കൾ പഞ്ചപുച്ഛ മടക്കി നിന്നത് അത് വലിയ രീതിയിലുള്ള അതീശത്വം അദ്ദേഹത്തിന് പാർട്ടിയിൽ ഉള്ളത് കൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ JR പത്മകുമാർ നല്ല രാഷ്ട്രീയ നേതാവാണ്. പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി മറ്റുള്ള ആയിക്കോട്ടെ. അല്ല, എനിക്ക് പറയാനുള്ളത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഈ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ രീതിയിലുള്ള അവകാശവാദം താങ്കൾ ഉന്നയിച്ചു, താങ്കളുടെ ഒരു സഹപാനലിസ്റ്റ് ഉപയോഗിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1980 ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ജനതാ പാർട്ടിയാണ്, കോൺഗ്രസ് അല്ല. അന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ജനതാ പാർട്ടിയാണ്. അന്ന് ഇതേപോലെയല്ല എന്യൂമറേഷൻ നടത്തിയാണ് വോട്ടർ പട്ടിക ഉണ്ടാക്കാറ്. അങ്ങനെ എന്യൂമറേഷൻ നടത്തി വോട്ടർ പട്ടിക ഉണ്ടാക്കിയപ്പോൾ ന്യൂഡൽഹിയിലെ പോളിംഗ് സ്റ്റേഷൻ നമ്പർ 145 നമ്പർ പോളിംഗ് സ്റ്റേഷനിൽ സോണിയാഗാന്ധിയുടെ പേര് അതിൽ ഉൾപ്പെട്ടു, കരട് വോട്ടർ പട്ടികയിൽ. ആ കാര്യം ഇന്ദിരാഗാന്ധി കണ്ടു. ഇന്ദിരാഗാന്ധി തന്നെ, ആ വീട്ടിലെ ഏറ്റവും മുതിർന്ന അംഗം ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി അവരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനത് പറഞ്ഞോട്ടെ.
ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആവശ്യപ്പെട്ടു, അത് ഡിലീറ്റ് ചെയ്ത ശേഷം 30/4/83 അവർക്ക് ഇന്ത്യയിൽ അവരെ പൗരത്വം കൊടുക്കുന്ന തീരുമാനത്തിന് ഉത്തരവുണ്ടായി. അതിനുശേഷമാണ് അവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ അവരാവശ്യപ്പെട്ടതിന് ശേഷം അവർ വോട്ട് ചെയ്തു. 99 തെരഞ്ഞെടുപ്പിലാണ് അവർ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായത്. പിന്നെ പച്ചക്കള്ളം തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കുണ്ടായ ജാള്യത മറയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് കേരളത്തിലെ തൃശ്ശൂർ ഞങ്ങൾക്ക് വേണ്ട, ഒരു കാര്യവും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും നിങ്ങൾ തീരുമാനിച്ചല്ലോ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. വയനാട് നാക്കണ്ടത്. കേരളത്തിലെ ബാക്കി 18 സീറ്റിലും ഞങ്ങൾ ജയിച്ചിട്ടുണ്ടല്ലോ. വയനാട് വേണ്ട, കേരളത്തിലെ 18 സീറ്റിലും ഞങ്ങൾ കാണിച്ച കൃത്രിമങ്ങൾ കാണിക്കണം, നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. വോട്ടർ പട്ടിക ക്രമരഹിതമാവണം. അതിൽ യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാവാൻ പാടില്ല. ക്രമക്കേടില്ലാത്ത വോട്ടർ പട്ടിക ഉണ്ടാക്കണമെന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഈ വളഞ്ഞ വഴിയിൽ മൂക്ക് പിടിക്കുന്നതിന് പകരം ഞാൻ ചോദിക്കട്ടെ, 5 ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചല്ലോ. എന്താ ചോദിച്ചത്? എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഡിജിറ്റൽ വോട്ടർ പട്ടിക തരുന്നില്ല? എന്തുകൊണ്ട് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള പട്ടിക നിങ്ങൾ തരുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ ഡിജിറ്റലായി നിങ്ങൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യത്തിന്റെ കോപ്പി നിങ്ങൾ തരുന്നില്ല? എന്തുകൊണ്ട് 45 ദിവസം കൊണ്ട് നിങ്ങൾ അത് മായ്ച്ചു കളയണമെന്ന് നിങ്ങൾ ധൃതി പിടിക്കുന്നു? ഈ 5 ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ JR പത്മകുമാറിന്റെ പാർട്ടി ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ. ഇപ്പൊ പറയുന്നത് എന്താ? ഞങ്ങൾ സത്യവാങ്മൂലം കൊടുത്തില്ല. നിങ്ങൾ കൊടുത്ത സത്യവാങ്മൂലം, സുരേഷ് ഗോപി കൊടുത്ത സത്യവാങ്മൂലം ഞാൻ ഇപ്പൊ വായിച്ചത്. ആ സത്യവാങ്മൂലം പ്രകാരം നിങ്ങളിപ്പോ രാഹുൽ ഗാന്ധി അങ്ങോട്ട് ഗണച്ഛേദം വരുത്താൻ വേണ്ടി നോക്കുന്നുണ്ടല്ലോ. അതിന് പകരം നിങ്ങൾ സുരേഷ് ഗോപി കൊടുത്ത സത്യവാങ്മൂലം അതിൽ എതിരായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഒരു കാര്യം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് നിങ്ങൾക്ക് ഇവിടെ ഒന്നും പിടിച്ചാൽ കിട്ടില്ല എൻ്റെ അനിൽ നമ്പ്യാരെ. ഇത് ഞങ്ങൾ ഇന്ത്യയുടെ രാജ്യങ്ങളെ മുഴുവനും ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയൊക്കെ വോട്ട് കളനാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി ജനൻ TV അല്ല, JR പത്മകുമാർ 1000 വട്ടം പറഞ്ഞാലും ഇത് ജനങ്ങൾക്ക് മുമ്പിൽ മറയ്ക്കാൻ കഴിയില്ല. കാത്തിരുന്ന് കാണാം നമുക്ക്. അഡ്വക്കേറ്റ് JR പത്മകുമാർ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. ഒറ്റ കാര്യം ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ ഉന്നം വെക്കുന്നു ഇവർ, ഇടതും വലതും? അല്ല, അത് കേരളമാണ്. ഇവിടെ ഈ പരിപ്പ് വേറില്ലാതൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തി BJPക്കെതിരായി ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിട്ടും BJP കേരളത്തിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ആറ്റിങ്ങിലുമൊക്കെ ഉജ്ജ്വല വിജയത്തിൻ്റെ അടുത്തെത്തി. അതുപോലെ തന്നെ ഒരു പാർലമെൻറ്റ് സീറ്റ് ജയിച്ചു വരികയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ജാള്യത, ഇവർക്കുണ്ടായിട്ടുള്ളൊരു ജാള്യത. പിന്നെ ഇപ്പോൾ നിയാസ് പറഞ്ഞിപ്പോൾ ഈ നമ്മുടെ രമേശ് ചെന്നിത്തല ന്യായീകരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് കൂടി വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എന്താ? പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അങ്ങനെ 2 സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജോലിയല്ല, അത് പരിഹരിക്കേണ്ടത്, തിരുത്തേണ്ടത് എൻ്റെ ജോലിയല്ല എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് വോട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൂടി ഒന്ന് പരിശോധിക്കേണ്ടത് ആണ്. പിന്നെ അദ്ദേഹം ഇത്രയും നേരം പറഞ്ഞത് എന്താ? ഈ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുമ്പോൾ ഒരു സത്യവാങ്മൂലമുണ്ട്, ആ സത്യവാങ്മൂലം ഇങ്ങനെ പൂരിപ്പിച്ച് എനിക്ക് ഒരിടത്ത് വോട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ജനതാ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് സോണിയാഗാന്ധിയുടെ ആപ്ലിക്കേഷൻ സ്വയംഭൂവായിട്ട് വന്നതാണോ? അങ്ങനെ ആരെങ്കിലും വഴിയെ പോകുന്ന ആളുകൾ പറയുന്നത് കേട്ടോണ്ടാണോ സോണിയാഗാന്ധിയുടെ? അല്ലല്ല, നിങ്ങൾ മാന്യത കാണിക്കണം. നിങ്ങൾ ഞാൻ സംസാരിക്കരുത്, അത് മാന്യത കാണിക്കണം. നിങ്ങൾ പറഞ്ഞ അതേ ട്രാക്കിൽ നമുക്ക് പോവാം. ഞാൻ പറഞ്ഞത് സോണിയാഗാന്ധി 83-ൽ പൗരത്വം സ്വീകരിച്ച ഒരു സ്ത്രീ 80 വോട്ടർ ലിസ്റ്റിൽ അപേക്ഷ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്ത് ധാർമ്മികതയാണ്? ഒരു ധാർമ്മികതയില്ല. സോണിയാഗാന്ധി തന്നെയാണ് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. സോണിയാഗാന്ധിയുടെ അപേക്ഷ ഒന്നുകിൽ സോണിയാഗാന്ധി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ സെക്രട്ടറി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയരുത്, അല്ല കളവ് പറയരുത്, ആള് വരുമ്പോ ഫോമിലാണ് അദ്ദേഹം പൂരിപ്പിച്ചു പോകുന്നത്.
ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ പേര് പറയുമ്പോൾ പറയണം എനിക്ക് ഞാൻ ഈ രാജ്യത്തെ പൗരത്വം എനിക്കില്ല എന്ന് ആ സ്ത്രീ അറിയണം. അതറിയാതെ അവർ അങ്ങോട്ട് പറയുകയാണ് എന്റെ പേര് കൂടെ എഴുതി ചേർത്തോ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രാജീവ് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സോണിയാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഇതാരും പറയാതെ സോണിയാഗാന്ധിയുടെ പേര് ഇനുമറേറ്റർ എഴുതി ചേർക്കുമോ? നിങ്ങൾ എന്താണ് നിയാസ് പറയുന്നത്? ആരെങ്കിലും അവിടെ ഒന്ന് ജോലിക്കാരൻ പറഞ്ഞു കൊടുക്കുമോ? ഒന്നുകിൽ രാജീവ് ഗാന്ധി പറയണം, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ പരാതി കൊടുത്തു. അല്ല, പരാതി കൊടുത്ത കാര്യമല്ലല്ലോ പറഞ്ഞത്. എങ്ങനെ പേര് വന്നു? ഇന്ത്യയിലെ ഒരു പൗരത്വം ഇല്ലാത്തൊരു സ്ത്രീ ഇന്ത്യയിലെ വോട്ടർ ലിസ്റ്റിൽ പേര് വന്നത് എങ്ങനെയാ പേര് വന്നത്? അപ്പൊ അത് ന്യായീകരിക്കുന്നത് സോണിയാഗാന്ധിക്ക് ഒരു ന്യായം, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ഒരു ന്യായം. പിന്നെ നിങ്ങൾ എന്ത് പ്രചരണം നടത്തിയാലും കാര്യമില്ല. എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങൾ മരണത്തിന്റെ വ്യാപാരി എന്ന് വിളിച്ചു, ചായ കച്ചവടക്കാരൻ എന്ന് വിളിച്ചു, ചൗക്കികാർ ചോർഹ എന്ന് വിളിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലെ ഭാരതീയ ജനതാ പാർട്ടി ഈ നിലയിലേക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരു രാജ്യത്തിന്റെ പുണ്യമെന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണമുള്ള ആത്മാഭിമാനമുള്ള ഒരു പ്രധാനമന്ത്രിയെ കിട്ടുക എന്നുള്ളത്, അതാണ് ഇന്ന് ഇന്ത്യക്ക് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ കോപ്രായങ്ങൾ കൊണ്ടൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദിയെ NDAക്കെതിരായി ചിന്തിക്കില്ല. വളരെ ശക്തിയായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ സമീപകാല രാഷ്ട്രീയം ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ മനസ്സിലാക്കി തരുന്നത്. യെസ് എന്തായാലും ആറ്റം ബോംബിടുമെന്ന് പറഞ്ഞ ഒരു ഏറുപടക്കത്തിൻ്റെ ആഘാതം പോലും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് നേരെ ഉണ്ടയില്ല വെടി പൊട്ടിച്ച് കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ നടക്കട്ടെ. നിയാസ് പറഞ്ഞതുപോലെ സത്യം പുറത്ത് വരട്ടെ. ധാർമ്മികത അതെന്താണ് എന്ന് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെ ആദ്യം മനസ്സിലാക്കുക. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.